ഹലോ മിച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. കടലിന്റെ നടുവില് ഈ ഓയിലെല്ലാം കുഴിച്ചെടുക്കുന്ന റിഫൈനറികൾ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഓക്കെ, അങ്ങനെയുള്ള ഒരു ഓഷ്യൻ ഓയിൽ റിഫൈനറിയാണ് സെക്ടർ 7. 20 വർഷമായിട്ട് പൂട്ടിക്കിടക്കുന്ന സെക്ടർ 7 ഇപ്പൊ വീണ്ടും പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. എന്നാൽ എന്തുകൊണ്ടായിരിക്കും കഴിഞ്ഞ 20 വർഷം മുന്നേ ഇതിന്റെ പ്രവർത്തനം നിലച്ചുപോയത്? അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. സംതിങ് മിസ്റ്റീരിയസ് ആയിട്ട് ഇതിന്റെ പിന്നിൽ ഒരു കാരണം ഉണ്ടായിരുന്നു. എന്നാൽ ആ കാരണമോ അപകടമോ ഒന്നും അറിയാതെ വീണ്ടും കുറച്ചധികം പുതിയ ആൾക്കാർ വന്നിട്ട് അവിടെ ജോലി ചെയ്യുകയാണ്. അതായത് കടലിനടിയിൽ കിണർ കുഴിച്ച് അതിൽ നിന്നും ഓയിൽ കണ്ടെത്താൻ ചില ആൾക്കാർ വരുന്നുണ്ട്. ഒരു കമ്പനിയുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന വെറും സാധാരണക്കാരായിരുന്നു അവർ. ഈ മനുഷ്യർ അറിയാതെ തന്നെ അവർ ജോലി ചെയ്തിരുന്ന ആ ഒരു വലിയ റിഫൈനറി ഉണ്ടല്ലോ, അതിനുള്ളിൽ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. എല്ലാവരുടെയും തലവര മാറ്റാൻ പാകത്തിനുള്ള ചില കാര്യങ്ങൾ. എന്തായിരിക്കും അത്? നമുക്ക് നേരെ ആ ഒരു കഥയിലേക്ക് പോവല്ലേ. സെക്ടർ 7 എന്ന ഓഷ്യൻ റിഫൈനറിയിലേക്ക്. സിനിമ ആരംഭിക്കുന്ന വർഷം 1985. നടുക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഓയിൽ റിഫൈനറി കാണിക്കുകയാണ്. അതായത് കടലിൽ നിന്നും എണ്ണ ഖനനം ചെയ്യുന്ന ഒരു നിർമ്മിതി. അതിന് വിളിക്കുന്ന പേരാണ് ഓഷ്യൻ ഓയിൽ റിഫൈനറി. ഈ ഓഷ്യൻ ഓയിൽ റിഫൈനറിയുടെ പേര് സെക്ടർ 7 എന്നാണ്. അങ്ങനെ ആ ദിവസവും എന്നത്തെയും പോലെ തന്നെ കടലിനടിയിലേക്ക് ഡ്രില്ലിംഗ് മെഷീനെ ഇവരങ്ങനെ ഇടിച്ചിറക്കുന്നുണ്ട്. എന്നാൽ കുറച്ചു നേരം നല്ല രീതിയിൽ വർക്കായ ആ ഒരു ഡ്രില്ലിംഗ് മെഷീന്റെ ബിറ്റ് ഇപ്പൊ സ്റ്റക്ക് ആയിരിക്കുകയാണ്. അപ്പൊ അതെന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഫുൾ ടൈം ആക്റ്റീവ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് ഇവിടെ ഉണ്ടാവും. ചെറിയൊരു മുങ്ങിക്കപ്പലുമായിട്ട് അതിലൊരാൾ നേരെ താഴോട്ട് പോകുന്നുണ്ട്. എന്തോ ചെറിയൊരു തകരാറ് കാരണം കടലിനടിയിൽ സ്റ്റക്കായി നിൽക്കുന്ന ആ ഒരു ബിറ്റ് ഇയാൾ ഇപ്പൊ കാണുന്നുണ്ട്. അതുപോലെ തന്നെ കടലിന്റെ അടിത്തട്ടിൽ വെച്ച് ഇയാൾ മറ്റൊരു കാര്യം കൂടെ കാണുന്നുണ്ട്. അതായത് വലിയൊരു തെമ്മീകലം അതിലൂടെ പോകുന്നത്. വല്ലാത്തൊരു അമ്പരപ്പിലാണ് ഈ ടെക്നീഷ്യൻ അത് നോക്കി നിൽക്കുന്നത്. അതേ സമയത്ത് തന്നെ ഇയാൾ നിൽക്കുന്ന ആ ഒരു നിലമുണ്ടല്ലോ, അതായത് കടലിന്റെ അടിത്തട്ട്, അതിൽ ചെറുതായിട്ട് ചില ക്രാക്കുകൾ വീഴുന്നുണ്ട്. അതായത് വിള്ളൽ എന്ന് പറയാം. അത് നടന്നതിന് ശേഷം പെട്ടെന്ന് ആ വിള്ളലുകൾക്കിടയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവി, അതായത് തിളങ്ങുന്ന ഒരു ജീവി പുറത്തേക്ക് വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യൻ ആദ്യമായിട്ടാണ് ഇതുപോലൊരു ജീവിയെ കാണുന്നത്. ചെറിയ ചെറിയ മത്സ്യങ്ങൾ, അതിന്റെ ഒരു ഭാഗം നന്നായിട്ട് തിളങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യൻ ഭയങ്കര ആശ്ചര്യത്തോട് കൂടിയിട്ട് അത് നോക്കി നിൽക്കുകയാണ്. അല്പനേരം കഴിഞ്ഞപ്പോൾ വീണ്ടും അവിടെ ഒരു ഭൂകമ്പം സംഭവിച്ച് ചെറിയ ചെറിയ വിള്ളലുകൾ ഉണ്ടായി എന്ന് പറയുന്നില്ലേ, ആ വിള്ളലുകൾ ഇപ്പൊ വലുതാവുന്നുണ്ട്. ഇത് കണ്ട് പേടിച്ചു പോയ ഈ ടെക്നീഷ്യൻ നേരെ മുകളിലേക്ക് കയറാൻ നിൽക്കുകയാണ്. അങ്ങനെ കയറാൻ നിൽക്കുന്ന അടുത്ത നിമിഷം തന്നെ ഈ മീൻ കുഞ്ഞുങ്ങളുണ്ടല്ലോ പെട്ടെന്ന് വന്ന് ഇയാളെ ആക്രമിക്കുകയാണ്. ഇത്രത്തോളം വയലന്റ് ആയിട്ടുള്ള കുഞ്ഞു മത്സ്യങ്ങളാണ് ഇവറ്റകളെന്ന് ഈ മനുഷ്യൻ അറിഞ്ഞില്ല കേട്ടോ. അതോടെ കടലിനടിയിൽ വെച്ച് അയാൾ മരണപ്പെടുന്നുണ്ട്. പിന്നീട് 1985 എന്ത് സംഭവിച്ചു എന്ന് കാണിക്കുന്നില്ല. ഇതിനുശേഷം നമ്മളെ നേരെ കൊണ്ടുപോകുന്നത് 2011 ഇതേ ഓയിൽ റിഫൈനറി തന്നെ, അതായത് സെക്ടർ 7. പക്ഷേ ഇന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ മുഴുവനായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ധൃതിയിൽ എല്ലാവരും കാര്യമായിട്ട് തന്നെ എന്തോ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതുപോലെ തന്നെ ഈ അപായ സൈറൻ അതുണ്ടാവുമല്ലോ, അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതിനുശേഷം ഇപ്പൊ പ്രശ്നം എന്താണെന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഇവർ കടലിനടിയിലേക്ക് ഡ്രില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഡ്രിൽ മെഷീൻ ഉണ്ടല്ലോ, അതിൽ എന്തോ ഒരു പ്രഷർ വേരിയേഷൻ വന്ന് എന്തോ ഒരു വലിയ കംപ്ലൈന്റ് ആയിട്ടുണ്ട്. അധിക നേരം ഈ കോലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ഡ്രില്ലിംഗ് ബിറ്റ് തന്നെ പൊട്ടിത്തെറിച്ചു പോകും. ഒരുപാട് വിലയുള്ള കാര്യമാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ അത് നന്നാക്കി അതിനെ പഴയ കോലത്തിൽ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ വലിയ നഷ്ടം ഉണ്ടാവും. ഇത്രയും നാൾ ഇവർ കഷ്ടപ്പെട്ടത് വെറുതെ ആകുകയും ചെയ്യും. ഇപ്പൊ താഴെ നടന്ന ആ ഒരു അപകടം ഈ റിഫൈനറിയിലെ ക്യാപ്റ്റൻ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സമയത്ത് മുകളിൽ നിന്നും ഒരു ലേഡി ചാടി തൂങ്ങി താഴേക്ക് വരുന്നുണ്ട്. കാട്ടിലൂടെ നമ്മുടെ മൗഗിലേക്ക് വരുന്നത് പോലെ. ഈ ലേഡിയാണ് നമ്മുടെ കഥാനായികയായിട്ടുള്ള ഹേജുൻ. ഈ ഒരു റിഫൈനറിയിലെ തന്നെ പ്രധാന എഞ്ചിനീയർ ആണ് ഹേജുൻ. അപ്പൊ ഈ ഹേജുനും അതുപോലെ തന്നെ ബാക്കിയുള്ള ചില ആൾക്കാരും വേഗം തന്നെ വന്നിട്ട് ആ ഒരു ഡ്രില്ലർ അതിന്റെ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ നോക്കുകയാണ്. അതിനാദ്യം അവർ ചെയ്യേണ്ടത് അതിന്റെ ആ ഒരു പ്രഷർ പതിയെ പതിയെ കുറച്ച് കൊണ്ടുവരണം. ആ പരിപാടി ചെയ്യാൻ, അതായത് ആ ലിവർ തിരിക്കാൻ വേണ്ടി പോകുന്നത് ഹേജൻ തന്നെയാണ്. കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടുകൊണ്ട് ഈ കാര്യം ചെയ്യുന്ന സമയത്ത് എവിടുന്ന് ഒരു ഇരുമ്പ് കഷ്ണം പൊട്ടി അവളുടെ പുറത്ത് വന്ന് അടിക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും മൈൻഡ് ആക്കാതെ അവൾ ആ ഒരു ജോലി നല്ല വൃത്തിയിൽ ചെയ്തു തീർക്കുകയാണ്. അപ്പൊ തന്നെ മനസ്സിലായില്ലേ ഹേജന്റെ സ്വഭാവം അതെങ്ങനെയാണെന്ന്. അങ്ങനെ ആ ഒരു സിറ്റുവേഷനൊക്കെ ഒന്ന് നോർമൽ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനുശേഷം ഈ ഒരു റിഫൈനറിയിലെ ലാബ് കാണിക്കുകയാണ്. അവിടെ തന്നെ ക്യാപ്റ്റൻ ഉണ്ട്, സയന്റിസ്റ്റ് ഉണ്ട്, പിന്നെ കൂടെ തന്നെ നമ്മുടെ കഥാനായകനായിട്ടുള്ള കിം സോയോ ഉണ്ട്. ഇവരിപ്പോ കാര്യമായിട്ട് സംസാരിക്കുന്നത് എന്താന്ന് വെച്ചാൽ കുറെ ദിവസമായിട്ട് ഈ ഒരു ഏരിയയിൽ ഇവർ ഡ്രില്ല് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇന്നേ വരെയായിട്ടും ഒരു സാധനം, അതായത് ഓയിൽ കണ്ടുപിടിക്കാനായിട്ട് ഇവരെ കൊണ്ട് പറ്റിയില്ല. അതുപോലെ തന്നെ 25 വർഷങ്ങൾക്ക് മുന്നേ ആ സംഭവം നടന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ഇവരുള്ളതെന്നും പറയുന്നുണ്ട്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് ആര് വരുന്നുണ്ട്? ഹേജൻ വരികയാണ്. ഹേജൻ വന്നപ്പോൾ തന്നെ ഇവരുടെ ആ ഒരു സംസാരത്തിന്റെ ടോപ്പിക് ഒന്ന് മാറ്റുന്നുണ്ട്. അതുപോലെ ഈ ലാബിലേക്ക് ഇപ്പൊ പെട്ടെന്ന് ഹേജൻ വന്നതിന്റെ കാരണം എന്താ നോക്കുകയാണെങ്കിൽ ഇവരിങ്ങനെ ഡ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഓയിലോ അങ്ങനെ എന്തെങ്കിലും കണ്ടെത്തിയോ എന്നുള്ളത് ആ ഒരു സിസ്റ്റത്തിലേക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ വന്നപ്പോൾ അവൾക്ക് മനസ്സിലായി ഒരു കുന്തവും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ റിഫൈനറിയുടെ ക്യാപ്റ്റൻ അവളെ ചെറുതായിട്ടൊന്ന് കളിയാക്കുന്നുണ്ട്. ഇനിയും എത്ര കുഴി നമ്മൾ കുത്തേണ്ടി വരും, ഇതെങ്ങാനും കിട്ടുമോ, വല്ലതും നടക്കുമോ എന്ന ഭാവത്തിൽ അവളെ കളിയാക്കുന്നുണ്ട്. അതിന് കാരണം അവളാണ് കുഴിക്കേണ്ട ലൊക്കേഷൻ ഓരോന്നായിട്ട് ഫൈൻഡ് ചെയ്യേണ്ട ആ ഒരു ജോലി, അല്ലെങ്കിൽ ആ ഒരു ടെക്നീഷ്യൻ അത് അവളാണ്. എന്നാൽ ഹേജും പറയാണ് ഇനിയിപ്പോ എത്ര വർഷം കഴിഞ്ഞാലും ഇവിടുന്ന് ഓയിൽ കണ്ടുപിടിക്കാതെ ഞാൻ ഇവിടുന്ന് വരില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഇച്ചിരി ദേഷ്യത്തിൽ അവൾ അവിടുന്ന് പോവാണ്. അതായത് നേരത്തെ പറഞ്ഞു കുറച്ചധികം നാളുകളായിട്ട് ഈ ഒരു
ഏരിയയിൽ മുഴുവനായിട്ടും ഇവർ കുഴിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് വരെ ഓയിൽ കിട്ടിയിട്ടില്ല. ഇതേ സമയത്ത് തന്നെ ഡ്രില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡ്രില്ലർ മെഷീൻ ഉണ്ടല്ലോ, അവിടെ നിൽക്കുന്ന വേറെ 2 വർക്കേഴ്സിനെ കാണിക്കുകയാണ്. അതിൽ കൈയൊന്നും ഇല്ലാത്ത ആ ഒരു ബനിയനിട്ട് നിൽക്കുന്ന ആളുണ്ടല്ലോ, അവന്റെ പേര് എഡ്ഡി എന്നാണ് കേട്ടോ. ആള് കുറച്ച് കോമഡി പീസാണ്. അപ്പൊ കുറെ ദിവസമായിട്ട് ഇവരെല്ലാവരും ജോലി ചെയ്യാണ്. ജോലി ചെയ്യുക എന്നല്ലാതെ അതിനൊരു റിസൾട്ട് കിട്ടുന്നില്ല. അപ്പൊ ആർക്കായാലും ഒരു വിഷമം ഉണ്ടാവുമല്ലോ. ഈ സമയത്താണ് ഈ ഡ്രില്ലർ ഉണ്ടല്ലോ ഇതിന്റെ ഉള്ളിൽ നിന്നും ചെളി പോലെയുള്ള എന്തോ ഒന്ന് മുകളിലേക്ക് കയറി വരുന്നത്. മാത്രമല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു മത്സ്യവും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു കേട്ടോ. വേഗം അത് പെറുക്കി ഇവർ ലാബിലേക്ക് ഓടുകയാണ്. അതായത് ലാബിൽ ഒരു സയന്റിസ്റ്റ് ഇല്ലേ, ആ സയന്റിസ്റ്റിന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ലേഡി ഉണ്ട്, ലൂസി എന്ന് വിളിക്കാം നമുക്ക് തൽക്കാലം. അപ്പൊ ലൂസിയുടെ കയ്യിൽ ഇവർ ആ ഒരു ഫിഷിനെ ഏൽപ്പിക്കുകയാണ്. ലൂസി വേഗം തന്നെ അതിനൊരു അക്വേറിയത്തിലേക്ക് മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മത്സ്യങ്ങളുണ്ടല്ലോ അതിനെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. അതിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം നന്നായിട്ട് കിടന്ന് തിളങ്ങുന്നുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര ആശ്ചര്യത്തോട് കൂടിയിട്ട് ഇതെന്ത് മത്സ്യാന്ന് നോക്കുമ്പോൾ ലൂസി അതെന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അത് ഇത് വർഷങ്ങളോളം കടലിനടിയിൽ സൂര്യപ്രകാശം കിട്ടാതെ ജീവിക്കുന്ന മത്സ്യങ്ങളാണ് ഈ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവറ്റകളുടെ ശരീരത്തിൽ ഒരു പ്രത്യേകതരം കെമിക്കൽ റിയാക്ഷനും കാര്യങ്ങളൊക്കെ നടന്നു. അതിന്റെ ശരീരം സ്വയം സൂര്യപ്രകാശം ഉണ്ടാക്കും. അതായത് നമ്മുടെ മിന്നാമിനുങ്ങൊക്കെ ചെയ്യില്ലേ, അതിന്റെ മറ്റൊരു രീതി. പക്ഷേ കടലിനടിയിലെ ഈ മത്സ്യങ്ങൾ ചെയ്യുന്ന ഈ രീതിക്ക് പറയുന്ന പേരാണ് കീമോസിന്തസിസ്. നമ്മൾ നോർമലായിട്ട് ഭൂമിയിൽ കാണുന്ന ഒരു ജീവിയിലും ഇതുപോലൊരു പ്രവർത്തനം ഉണ്ടാവാറില്ല. അങ്ങനെ ലൂസി ഈ മീനുകളെ കുറിച്ച് വിവരിക്കുന്ന സമയത്ത് ഇതേ കപ്പലിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരു മണ്ടനുണ്ട്. തൽക്കാലം നമുക്ക് അവനെ ബോബി എന്ന് വിളിക്കാം. ഇത് കണ്ടപ്പോൾ ഭയങ്കര ഭംഗി തോന്നുകയാണ്. അവൻ അതിന്റെ അടുത്തേക്ക് വന്നിട്ട് കളർ ഫിഷിനോടൊക്കെ കളിക്കുന്നത് പോലെ അവൻ അതിനോട് കളിക്കുകയാണ്, അതിന്റെ പിന്നിലെ അപകടം അറിയാതെ. എന്നാൽ അടുത്ത നിമിഷം തന്നെ അവനത് മനസ്സിലായി. നല്ല ഭംഗിയുള്ള ഈ മത്സ്യം, ഈ മീന് അവന്റെ ചുണ്ടത്തേക്ക് നോക്കി ഒരേറ്റ കുത്തു കൊടുക്കുകയാണ്. അതിന്റെ ശരീരത്തിൽ നിന്ന് നീണ്ടു വന്ന ഒരു ഭാഗമാണ് അവന്റെ ചുണ്ടത്ത് ഇമാതിരി ഒരു കുത്തു കൊടുത്തത്. എന്തായാലും കുത്തു കൊണ്ട പാടിന് ബോബി ഒരേറ്റ നിലവിളിയാണ്. ഇത് കേട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. അപ്പോഴേക്കും ആ ഒരു ചെറിയ മീന് നിലത്തേക്ക് വീണ് അതിങ്ങോട്ട് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. മീൻ ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വിടവിലേക്ക് തെറിച്ചു പോയിട്ടുണ്ടാവും. അധികം വൈകാതെ ശ്വാസം മുട്ടി അത് ചാവും ചെയ്യായിരിക്കും. പക്ഷേ കുത്തു കിട്ടിയ ബോബി നന്നായിട്ട് കിടന്ന് എന്താ പറയാ വേദനിച്ച് പൊളയുന്നുണ്ട് കേട്ടോ. പോരാത്തതിന് ചുണ്ടാണെങ്കിൽ ചക്ക വണത്തിൽ അങ്ങനെ തടിച്ചു നിൽക്കുകയാണ്. അതിന്റെ പുറമെ ഈ ബോബിക്ക് സയന്റിസ്റ്റിന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ലൂസി ഉണ്ടല്ലോ, അവളോടൊരു പ്രത്യേകതരം ക്രഷ് ഉണ്ട്. കുറച്ച് ദിവസമായിട്ട് അവളുടെ പിന്നാലെ തന്നെ. ഇപ്പോ ഈ അവസ്ഥയിലും കൂടെ അവളുടെ അടുത്തേക്ക് ഇഷ്ടാന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. എങ്ങനെ തടിച്ച ആ ഒരു ചുണ്ടുമായിട്ട് അവൾ എന്തായിരിക്കും പറയാ, അത് തന്നെ പറയുന്നുണ്ട്. എന്നാലും ഈ മച്ചാന്റെ ചുണ്ട് കാണുമ്പോഴാണ് ചിരി വരുന്നത്. അതായത് ഒരാവശ്യമില്ലാതെ മേടിച്ച പണിയാണ്. അങ്ങനെ പിറ്റേ ദിവസം ആയ സമയത്ത് ക്യാപ്റ്റന് ഒരു വിവരം കിട്ടുന്നുണ്ട്. കുറെ ദിവസമായില്ലേ ഇവരിവിടെ ഇങ്ങനെ പണിയെടുക്കുന്നത്. ചുമ്മാ കമ്പനിക്ക് എക്സ്പെൻസ് ഇങ്ങനെ താങ്ങാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇവിടുന്ന് എല്ലാം കെട്ടി പാക്ക് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം വന്നിട്ട് ഹേജിനോട് നമ്മുടെ കിംസു പറയുന്നുണ്ട്. അവൾക്കത് താങ്ങാൻ പറ്റിയില്ല കേട്ടോ. ഭയങ്കര വിഷമത്തില് ഞാൻ ഇവിടുന്ന് പോയില്ല എന്ന വാശിയിൽ അവൾ നേരെ ആ ഒരു ഡ്രില്ലിംഗ് മെഷീന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അതിനെന്തൊക്കെയോ ചില തകരാറുകൾ ഉണ്ടായിരുന്നു. അത് നന്നാക്കിക്കൊണ്ട് അവൾ അവിടെ തന്നെ നിൽക്കുകയാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന് കിംസ് ചോദിക്കുകയാണ്, അല്ല നിനക്ക് എന്തേ പറ്റിയത്? ഇവിടെ തന്നെ എന്തിനാ ഈ പിടിച്ചു തൂങ്ങി നിൽക്കുന്നത്? ഇവിടെ എണ്ണ ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് പൊയ്ക്കൂടെ? ഈ സമയത്ത് ഹേജിനൊരു കാര്യം പറയുന്നുണ്ട്. അതായത് ഇവിടെ എണ്ണ നോക്കാൻ എന്ന് പറഞ്ഞിട്ട് വന്ന ഒരുപാട് പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവര് കൊടുത്ത അവരുടെ ആ ഒരു ജീവന്റെ വിലയുണ്ടല്ലോ, ആ വില അതെനിക്ക് കാണണം. അവരോടുള്ള ബഹുമാനം എന്ന രീതിയിൽ ഇവിടെ എണ്ണ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോളൂ എന്ന് പറയണം. പക്ഷെ എന്ത് ചെയ്യാനാ, മുകളിൽ നിന്നും ഓർഡർ വന്നിട്ടുണ്ട്. ആ ഓർഡർ നടപ്പിലാക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വേറെ ഒരു പഴയ ക്യാപ്റ്റനും വരുന്നുണ്ട്, ക്യാപ്റ്റൻ റോണി. എന്നാൽ ആ ഒരു പേര് കേട്ട സമയത്ത് ഹേജിൻ ഒന്ന് ഞെട്ടുന്നുണ്ട്. ക്യാപ്റ്റൻ റോണിയോ? യെസ്, ക്യാപ്റ്റൻ റോണി ഇന്ന് വൈകുന്നേരം ഇങ്ങോട്ടേക്ക് വരുന്നു പറയാണ്. ആ പറഞ്ഞതുപോലെ തന്നെ ഒരു ഹെലികോപ്റ്റർ നേരെ വന്നിട്ട് ഈ ഒരു റിഫൈനറി ഉണ്ടല്ലോ അതിന്റെ ഒരു പാഡിൽ വന്നിട്ട് ലാൻഡ് ചെയ്യുന്നുണ്ട്. അതിനുള്ളിൽ നിന്നും ഇവരുടെ പഴയ ക്യാപ്റ്റനായിട്ടുള്ള റോണി പുറത്തേക്ക് വരുന്നുണ്ട്. ഈ ക്യാപ്റ്റൻ ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരോടും നല്ല രീതിയിൽ കോർപ്പറേറ്റ് ചെയ്യുന്ന, മീൻസ് നല്ല ഫ്രണ്ട്ലി ആയി നിൽക്കുന്ന ആളായതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ റോണി തിരിച്ചു വന്നപ്പോൾ എല്ലാവർക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭയങ്കരമായിട്ട് സന്തോഷമായി കേട്ടോ. അതുപോലെ ഇവിടെ നിന്നും ജോലി കഴിഞ്ഞ് തിരിച്ചു പോകാൻ നിൽക്കുന്ന കുറച്ച് പേരുണ്ടായിരുന്നു. ക്യാപ്റ്റൻ വന്ന ആ ഒരു ഹെലികോപ്റ്ററിൽ അവർ കയറി പോകുന്നുണ്ട്. എന്തായാലും ക്യാപ്റ്റൻ വന്ന സമയത്ത് ഹേജുന്, കിംസു, അതുപോലെ തന്നെ എഡ്ഡി, നമ്മുടെ മണ്ടൻ ബോബി, ഇവർക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. സോ അന്ന് വൈകുന്നേരം എല്ലാവരും ചെറിയൊരു പാർട്ടി നടത്തുകയാണ്. ആ സമയത്താണ് ബോബിയുടെ ചുണ്ട് നമ്മുടെ ക്യാപ്റ്റൻ റോണി കാണുന്നത്. ഇതെന്താടാ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് നല്ല വീക്ക് കിട്ടിയോന്ന് ചോദിക്കുകയാണ്. അതൊന്നുമല്ല ക്യാപ്റ്റാ, ഞാനൊരു ചെറിയൊരു മണ്ടത്തരം കാണിച്ചു, കാര്യങ്ങളൊക്കെ പറയാണ്. അതായത് ആ മീനിന്റെ കടി കൊണ്ടാണോ നിന്റെ ചുണ്ടിങ്ങനെ ആയത്? വല്ലാത്തൊരു അവസ്ഥ തന്നെ ആയിപ്പോയി. ഇതേ സമയത്തിന് അപ്പുറത്തുണ്ടായിരുന്ന എഡ്ഡി ഉണ്ടല്ലോ, ഇതൊക്കെ വലിയൊരു പാടാണോ? എന്റെ ഷോൾഡറിലേക്ക് ഒന്ന് നോക്കിയെന്ന് പറഞ്ഞിട്ട് അവന്റെ ബനിയൻ ഊരി കാണിച്ചു കൊടുക്കുകയാണ്. ഏതോ വെള്ളത്തിനടിയിൽ പോയപ്പോൾ ഒരു സ്രാവ് കടിച്ചതാണെന്ന് പറയുന്നത്. ഇപ്പൊ എല്ലാവരും ക്യാപ്റ്റൻ റോണിയോട് അദ്ദേഹത്തിന്റെ ആ ഒരു തഴമ്പ് കാണിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. ഇപ്പൊ പതിയെ റോണി അദ്ദേഹത്തിന്റെ ആ ഒരു പാന്റ് പൊക്കി കാണിച്ചു കൊടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ മുട്ടിന് താഴെയായിട്ട് നീളത്തിൽ ഒരു കീറലുണ്ടായിരുന്നു. അതായത് വലിയ എന്തോ ഒരു അപകടത്തിൽ നിന്നും ഇയാൾ സർവൈവ് ചെയ്തു വന്നതാണ്. അതുപോലെ തന്നെ ഹേജിൻ അവളുടെ ആ ഒരു ടീഷർട്ട് മാറ്റിയിട്ട് അവളുടെ അരയുടെ ഭാഗത്തുള്ള ആ ഒരു വലിയ പാട് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഓരോ ആൾക്കാർക്കും ഇതുപോലെ ഓരോ സൈസ് പാടുകളുണ്ട്. കാരണം അവർ ചെയ്യുന്ന ജോലി അങ്ങനെയാണ്, അത്രയും റിസ്ക് ഉള്ള ജോലിയാണ്. ഇതേ സമയത്ത് ഇത് കണ്ടുകൊണ്ടുന്ന എഡ്ഡി പറയണം, നിങ്ങളൊക്കെ കാണിച്ചില്ല ഓരോ പാടുകൾ, ഇതിനേക്കാൾ വേറെ വലിയൊരു പാട് എന്റെ ചന്തിയിലുണ്ട് എന്ന് പറഞ്ഞിട്ട് പെയിന്റ് ഊരാൻ നിൽക്കുമ്പോൾ എല്ലാവരും ഓടി വന്ന് അവന് പിടിച്ചു വെക്കാണ്. പൊന്നു മോനെ ഊരല്ലേ എന്ന് പറഞ്ഞിട്ട്. എന്തായാലും അന്ന് ആ ഈവനിങ്ങിൽ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യണം. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താണെന്ന് അറിയില്ല ഹേജുൻ അവിടുന്ന് മാറിപ്പോയി നിൽക്കുകയാണ്. എന്താ അവള്
ഭയങ്കര സങ്കടത്തിലാണ്. അതുപോലെ ഹെജുന്റെ കയ്യിൽ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഫോട്ടോ എന്ന് വെച്ചാൽ അവളുടെ ചെറിയ പ്രായത്തിൽ അവളുടെ അച്ഛന്റെ മടിയിലിരിക്കുന്ന ഒരു ഫോട്ടോ ആണ്. കൂടെ തന്നെ ഈ പഴയ ക്യാപ്റ്റനായിട്ടുള്ള ക്യാപ്റ്റൻ റോണിയും ഉണ്ട്. അപ്പൊ അവളുടെ ആ ഒരു വിഷമം കണ്ട് അങ്ങോട്ടേക്ക് ക്യാപ്റ്റൻ റോണി വരുന്നുണ്ട്. എന്താ മോളെ, ഇപ്പോഴും നീ ഒരു കാര്യമൊന്നും മറന്നിട്ടില്ലേ എന്ന് പറയണം. ഇല്ല ക്യാപ്റ്റൻ റോണി, എനിക്കത് മറക്കാൻ കഴിയില്ല. ഇപ്പോഴും എന്റെ അച്ഛൻ എനിക്ക് വേണ്ടി താഴെ കാത്തിരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ടാവും ഇവിടെ എണ്ണയുണ്ട്, അത് നിങ്ങൾ കണ്ടുപിടിക്കണമെന്ന്. അപ്പോൾ മരിച്ചുപോയ എന്റെ അച്ഛന് വേണ്ടിയെങ്കിലും എനിക്കത് കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ. നിങ്ങൾ എങ്ങനെയെങ്കിലും പറഞ്ഞ് കുറച്ച് ദിവസം കൂടെ ഒന്ന് നീട്ടി മേടിക്കുമെന്ന് ചോദിക്കുകയാണ്. നോക്കാന്ന് ക്യാപ്റ്റൻ റോണി പറയാണ്. ഇതിനുശേഷം ഇപ്പോഴത്തെ ക്യാപ്റ്റന്റെ അടുത്തേക്ക് ചെന്നിട്ട് ക്യാപ്റ്റൻ റോണി കാര്യങ്ങൾ പറയാണ്. പക്ഷേ അയാൾ സമ്മതിക്കുന്നില്ല. മുകളിൽ നിന്നുള്ള ഉത്തരവാണ്. അതുകൊണ്ട് തന്നെ അതിനെ മറികടന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ, വലിയ നഷ്ടം വന്നു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ഇയാളുടെ തലയിലായിരിക്കും. ഈ സമയത്ത് ക്യാപ്റ്റൻ റോണി ഒരു കാര്യം പറയുന്നുണ്ട്. നീ ഒരു കാരണവശാലും പേടിക്കേണ്ട. ഇനി എങ്ങാനും ഇവിടുന്ന് എണ്ണ കിട്ടിയിട്ടില്ലെങ്കിൽ അതിന്റെ പഴി മുഴുവൻ ഞാൻ കേട്ടോളാം. ഒരു ഉത്തരവാദിത്വം നീ ഏറ്റെടുക്കണ്ട. പകരം ഇവിടെ നിന്നും എണ്ണ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സകലമാന ക്രെഡിറ്റും നീ തന്നെ എടുത്തോന്ന് പറയണം. അതായത് ഹേജിന് വേണ്ടിയിട്ടാണ് ഈ കാര്യം ഇപ്പോൾ പുതിയ ക്യാപ്റ്റനോട് ക്യാപ്റ്റൻ റോണി പറയുന്നത്. എന്തായാലും ഇത് കേട്ടപ്പോൾ ഇയാൾ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അധികം വൈകാതെ തന്നെ ഇവരുടെ ആ ഒരു ഡ്രില്ലിംഗ് അത് ആരംഭിക്കുകയാണ്. എന്നാൽ എന്തോ ഭാഗ്യത്തിന്, ഭാഗ്യം എന്ന് പറഞ്ഞാൽ പോരാ, കറക്റ്റ് ആ ഒരു ലൊക്കേഷൻ ഇവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. അവിടെ ഡ്രില്ല് ചെയ്തു. അതുപോലെ തന്നെ ഓയിലിന്റെ ആ ഒരു സാന്നിധ്യം കടലിനടിയിൽ വെച്ച് ഇവർക്ക് കണ്ടുപിടിക്കാനും കഴിഞ്ഞു. അങ്ങനെ അവസാനം ഒരുപാട് നാളത്തെ അധ്വാനത്തിന് ഫലം കണ്ടു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരുപാട് നാള് എന്ന് പറഞ്ഞാൽ പോരാ, എത്രയോ വർഷങ്ങളായിട്ട് പല തൊഴിലാളികളും, അതായത് ഹെജുവിന്റെ അച്ഛനടക്കം പല ആൾക്കാരും ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇവിടുന്ന് എണ്ണ കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ ജോലി ചെയ്ത് ഇവിടെ ജീവൻ കളഞ്ഞ ആൾക്കാരാണ് അവർക്ക്. അപ്പൊ അവരോടുള്ള ആ ഒരു റെസ്പെക്ട് കൊണ്ട് കൂടിയാണ് നമ്മുടെ ഹേജൻ ഇവിടെ തന്നെ നിന്ന് ജോലി ചെയ്ത് അവസാനം എണ്ണ കണ്ടുപിടിച്ചത്. സോ കണ്ടുപിടിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇവിടെ തന്നെ ഇനി ഇവർക്ക് തുടരേണ്ടി വരും. നല്ല രീതിയിൽ ജോലി മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ഒരുപാട് എണ്ണ ശേഖരിച്ച് സ്റ്റോക്ക് ചെയ്യാനും പറ്റി. അങ്ങനെ ഇപ്പൊ 3 മാസങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ഹേജുൻ അതുപോലെ തന്നെ കഥാനായകനായിട്ടുള്ള കിംസു, ഇവർ രണ്ടുപേരും നന്നായിട്ട് റൈഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് ബൈക്ക് ഉപയോഗിച്ചുകൊണ്ട്. ഓൾറെഡി ഇവിടെ 2 ബൈക്ക് ഉണ്ട്. സോ അത് ഉപയോഗിച്ച് ഇവർ നന്നായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ക്യാപ്റ്റൻ റോണി, ഇദ്ദേഹം നല്ലൊരു ഷൂട്ടറാണ് കേട്ടോ. അപ്പൊ ഈവനിങ് ആവുന്ന സമയത്ത് ജോലിയെല്ലാം കഴിഞ്ഞ് ഇവരെല്ലാവരും ജോലിയായിട്ട് പല കാര്യങ്ങളും ചെയ്യും. ഈ സമയത്താണ് ഈ ഒരു റിഫൈനറിയിലെ സയന്റിസ്റ്റ് ഉണ്ടല്ലോ, അയാളുടെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ലൂസി ചില പരിശോധനയ്ക്കായിട്ട് അധികം ആരും പോവാത്ത ഒരു മുറിയിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ അവിടെ എന്തൊക്കെയോ തകരാറുകൾ സംഭവിച്ചതായിട്ട് അവൾക്ക് മനസ്സിലായി. ചില ടാങ്കും കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ പൊട്ടിക്കിടക്കുന്നു. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. അതേ സമയത്ത് തന്നെ ഇവർ ഡ്രില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു ഡ്രില്ലർ ഉണ്ടല്ലോ, അതിന്റെ ബിറ്റിന് വീണ്ടും എന്തോ ഒരു കംപ്ലൈന്റ് വന്നിരിക്കുകയാണ്. സോ അത് താഴെ പോയിട്ട് തന്നെ, അതായത് കടലിനടിയിൽ പോയിട്ട് തന്നെ നേരാക്കണം. ചെറിയൊരു മുങ്ങിക്കപ്പലിൽ അത് നേരാക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഹെജനാണ്. അവളുടെ കൂടെ തന്നെ ഇവിടെയുള്ള വേറൊരു വർക്കറും കൂടെ പോകുന്നുണ്ട്. അങ്ങനെ പതിയെ ആ ഒരു ചെറിയ മുങ്ങിക്കപ്പലുമായിട്ട് താഴേക്ക് പോയിട്ട് എവിടെയാണോ ഡാമേജ് വന്നത് അവിടെ ഇവർ ഡ്രില്ല് ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഈ റിഫൈനറിയുടെ അടിഭാഗത്ത് കൂടെ എന്തോ ഒന്ന് വരുന്നത്, അതായത് വ്യക്തമായിട്ട് കാണിക്കുന്നില്ല, എന്തോ ഒരു സാധനം വരുന്നതായിട്ട് നമ്മളെ കാണിക്കുകയാണ്. ഇപ്പൊ ഡ്രില്ല് ചെയ്യാനായിട്ട് ഹേജുൻ അതുപോലെ അവളുടെ കൂടെ വേറൊരാളും കൂടെ പോയില്ലേ. ഇവർ ഇട്ടിരിക്കുന്ന ആ ഒരു വസ്ത്രത്തിന്, അതായത് ആ സ്യൂട്ടിന് നല്ല വെയിറ്റ് ആണ്. അപ്പൊ അത് ഇട്ടുകൊണ്ട് മുകളിലേക്ക് നീന്തി വരാനൊന്നും കഴിയില്ല. വെള്ളത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അതിന്റെ വെയിറ്റ് കൊണ്ട് പതിയെ പതിയെ താന്നു പോകും. സോ വെള്ളത്തിൽ ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു റോപ്പ് ഉണ്ട്. ആ റോപ്പ് ഇല്ലെങ്കിൽ ഇവർ നേരെ താഴേക്ക് പോകും. ഇപ്പൊ നിലവിൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇവർ രണ്ടുപേരും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ റോപ്പ് അതിങ്ങനെ വരുന്ന ആ ഒരു ഭാഗത്തൂടെ നമ്മൾ നേരത്തെ കണ്ടില്ലേ എന്തോ ഒന്നിങ്ങനെ ഇഴഞ്ഞു വരുന്നു എന്ന്, അതുപോലെ എന്തോ ഒരു സാധനം ഇഴഞ്ഞു വരുന്നത് കാണിക്കുന്നുണ്ട്. ആ റോപ്പ് കുറച്ച് ലൂസ് ആവുകയാണ്. ഹേജന്റെ കൂടെ വന്ന ആളുടെ ദേഹത്ത് നിന്നും ആ ഒരു റോപ്പ് ലൂസ് ആയതുകൊണ്ട് തന്നെ നല്ല വെയിറ്റുള്ള സ്യൂട്ടാണ്. ഇയാൾ നേരെ താഴേക്ക് ഒരൊറ്റ പോകാണ്. മുകളിൽ നിന്നും എല്ലാവരും ആ ഒരു കയറ് പിടിച്ച് പരമാവധി വലിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഇവരെ കൊണ്ട് അതിന് പറ്റിയില്ല. ഇത് കണ്ട് ആകെ ഞെട്ടിപ്പോയ ഹേജൻ അവൾക്ക് പറ്റാവുന്ന രീതിയിൽ അവളും സഹായിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അവളെ കൊണ്ട് കൂടുതലായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പോഴേക്കും അവളെ മുകളിലേക്ക് വലിച്ചു കയറ്റുന്നുണ്ട്. മാത്രമല്ല ഇച്ചിരി വെള്ളം കുടിച്ചു പോയത് കൊണ്ട് തന്നെ അവളുടെ ബോധവും നഷ്ടാവുകയാണ്. കുറച്ചു കഴിഞ്ഞ് ബോധം വന്ന് നോക്കുമ്പോൾ റിഫൈനറിയുടെ മുകളിലാണ് അവളുള്ളത്. അപ്പൊ കൂടെ വന്ന അവളുടെ സുഹൃത്തിനെ പറ്റി ചോദിച്ചപ്പോൾ അവൻ മരിച്ചുപോയി എന്നുള്ള കാര്യം പറയാണ്. അത് കേട്ട് അവൾ ആകെ ടെൻഷൻ ആവുകയാണ്. ഭ്രാന്ത് പിടിച്ചതുപോലെ അവനെ രക്ഷിക്കാൻ ഞാൻ പോന്ന് പറഞ്ഞിട്ട് അവൾ വീണ്ടും താഴേക്ക് എടുത്ത് ചാടാൻ നോക്കുമ്പോൾ എല്ലാവരും കൂടെ അവളെ പിടിച്ചു വെക്കുകയാണ്. അതായത് അപകടം സംഭവിച്ചു, അവൻ മരിച്ചുപോയി, ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഈ ഒരു സംഭവത്തിന് ശേഷം ഹേജൻ ഭയങ്കര എന്താ പറയാ ഡൗൺ ആയി കേട്ടോ. അവളുടെ അടുത്തേക്ക് സംസാരിക്കാനായിട്ട് ലൂസി വരുന്നുണ്ട്. അപകടം നടന്ന സമയത്ത് അവിടെ എന്തെങ്കിലും കണ്ടായിരുന്നു എന്ന് ലൂസി ചോദിക്കുകയാണ്. എന്നാൽ ആ ഒരു സിറ്റുവേഷനിൽ എന്തൊക്കെയാ സംഭവിച്ചെന്ന് പോലും ഇപ്പൊ ഹേജൻ ഓർമ്മയില്ല. ഇപ്പൊ അങ്ങോട്ടേക്ക് നമ്മുടെ പഴയ ക്യാബിനായിട്ടുള്ള റോണി അതുപോലെ തന്നെ കിംസും വരുന്നുണ്ട്. അവളെ ഒന്ന് സമാധാനിപ്പിക്കാനായിട്ട്. ഇപ്പൊ പുറത്തേക്ക് പോയ ഈ ലൂസി ഉണ്ടല്ലോ, അവളുടെ പിന്നാലെ ഇപ്പോഴും നമ്മുടെ ബോബി ഉണ്ട് കേട്ടോ. നന്നായിട്ട് മദ്യപിച്ച് ചുമ്മാ അവളുടെ അടുത്തേക്ക് വന്നിട്ട് നിനക്ക് എന്താ എന്നോടൊന്ന് ഐ ലവ് യു പറഞ്ഞാലും പറഞ്ഞിട്ട് അവളുടെ പിന്നാലെ തന്നെ ഈ കാര്യം താഴെ നിന്നുകൊണ്ട് എഡ്ഡിയും അവന്റെ ഒരു സുഹൃത്തും കാണുന്നുണ്ട്. കൂട്ടത്തിൽ ഒരുത്തൻ മരിച്ചുപോയി, എന്നിട്ടും അവൻ ആ ഒരു പെണ്ണിന്റെ പിന്നാലെ നടക്കുകയാണ്. ഇവനോടൊക്കെ എന്താ പറയണ്ടേ. അങ്ങനെ കുറച്ച് സമയം വീണ്ടും കടന്നു പോവാണ്. ആ സമയത്താണ് വീണ്ടും ഈ ഒരു റിഫൈനറിയിൽ മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. അതായത് റിഫൈനറി പല തട്ടുകളായിട്ടാണുള്ളത്. അതിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് നിന്നും താഴേക്ക് ലൂസി ചെന്ന് അടിച്ചങ്ങോട്ട് വീണു. അതിൽ തലയുടെ ഒരു ഭാഗമൊക്കെ പൊട്ടി ചെതറിപ്പോയിട്ടുണ്ട്. വേഗം തന്നെ അവളുടെ ആ ഒരു ശരീരം എടുത്തുകൊണ്ട് ലാബിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ അപ്പോഴേക്കും അവൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും ഈ ഒരു കാര്യം എല്ലാവരും ഷോക്കാക്കി കേട്ടോ. ഒരു ദിവസം തന്നെ 2 മരണം. എന്നാൽ അവളുടെ തലയുടെ ഒരു ഭാഗത്തായിട്ട് ഒട്ടുന്ന എന്തോ ഒന്ന് കാണുന്നുണ്ട്. പ്രധാന സയന്റിസ്റ്റ് ആണ് ഈ ഒരു കാര്യം കണ്ടുപിടിച്ചത്. ഇത് കണ്ടപ്പോൾ തന്നെ എഡ്ഡി പറയാണ് ഇതാരാ ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എഡ്ഡിയും അവൻ
അവന്റെ സുഹൃത്തും കൂടെ നേരെ ചെല്ലുന്നത് ആരുടെ അടുത്തേക്കായിരിക്കും? ബോബിയുടെ അടുത്തേക്കാണ്. പോയ പാടിനെ അവനെ അടിച്ച ഒരു പരുവാക്കിയിട്ട് അവനെ വലിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ സമയത്ത് ബോബി പറയുന്നുണ്ട്, എനിക്കൊന്നും അറിയില്ല, ഞാൻ കിടന്നുറങ്ങുകയായിരുന്നു, ഞാൻ അവളൊന്നും ചെയ്തിട്ടില്ല എന്ന്. ഈ സമയത്ത് ഇവരാരും വിശ്വസിക്കുന്നില്ല കേട്ടോ. കാരണം ഈ ലൂസിയുടെ പിന്നാലെ കണ്ടിന്യൂസ് ആയിട്ട് നടന്ന ആളാണ് ഈ ഒരു ബോബി. ഒരു കുടുംബം പോലെയാണ് നമ്മളെല്ലാവരും ഇവിടെ കഴിഞ്ഞത്. എന്നിട്ടും എങ്ങനെ അവളോട് ഇങ്ങനെ കാണിക്കാൻ തോന്നിയതെന്നിട്ട് വീണ്ടും വീണ്ടും ഇപ്പൊ ഈ എഡ്ഡി ഉണ്ടല്ലോ അവനിട്ട് തല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് സയന്റിസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ ഈ ഒരു ലൂസിയുടെ ഈ മുഖത്തിന്റെ ഒരു ഭാഗത്തായിട്ട് പശ പോലെ എന്തോന്നുണ്ട് എന്ന് പറയല്ലേ, ആ പശ പോലെയുള്ള സാധനം മൈക്രോസ്കോപ്പിൽ നോക്കിയിട്ട് പരിശോധിക്കുന്നത്. അങ്ങനെ നോക്കിയ സമയത്ത് സയന്റിസ്റ്റ് ഞെട്ടിപ്പോവാണ്. കാരണം അതിൽ ഒരുപാടധികം അണുക്കൾ ഉണ്ടായിരുന്നു. അതോടെ സയന്റിസ്റ്റിന് ഒരു കാര്യം മനസ്സിലായി, ലൂസിയെ കൊന്നത് എന്തായാലും ബോബിയല്ല, അത് മറ്റേ എന്തോ ഒന്നാണ്. ഇതേ നേരം തന്നെ ഭയങ്കര വിഷമത്തിലിരിക്കുന്ന ഹേജുവിന്റെ അടുത്തേക്ക് ഇപ്പൊ കിംസ് വരികയാണ്. അപ്പൊ കിംസിനോട് ഹേജു പറയാണ്, അവൾ മരിക്കുന്നതിന് മുന്നേ എന്റെ അടുത്തേക്ക് വന്നായിരുന്നു, ആ അപകടം നടന്ന സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് കണ്ടോ എന്ന് അവൾ എന്നോട് ചോദിച്ചു. അതായത് എന്തൊക്കെയോ ചില കാര്യങ്ങൾ അവൾക്ക് എന്നോട് പറയാനുണ്ടായിരുന്നു, എന്തായാലും അതെനിക്ക് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ ജോലി ചെയ്തിരുന്ന ആ ലാബിലേക്ക് ഇപ്പോൾ ഹേജു ഒറ്റയ്ക്ക് പോവാണ്. അവിടെ പോയി നോക്കുന്ന സമയത്ത് പ്രത്യേകിച്ചൊന്നും കാണാൻ കഴിയുന്നില്ല. എന്നാൽ ഒരുപാട് ബോട്ടിൽസ് അവിടെ വെച്ചായിരുന്നു. അതിന്റെ പിന്നിൽ നിന്നും പെട്ടെന്ന് എന്തോ ഒന്ന് അവളുടെ ദേഹത്തേക്ക് ചാടി വീഴാണ്. ശരിക്കും ഹേജുൻ ആകെ ഞെട്ടിപ്പോയി എന്ന് പറയാലോ. പക്ഷെ പിന്നെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് വെറും ഒരു എലിയായിരുന്നു എന്ന്. എന്നാൽ തൊട്ടു പിന്നിലൂടെ മറ്റെന്തോ ഒന്ന് പോകുന്ന ശബ്ദം കേട്ട് അവൾ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുകയാണ്. എന്നാൽ ആ ഭാഗത്തുണ്ടല്ലോ പശ പോലെ എന്തോ ഒന്ന് തൂങ്ങി ഒട്ടി അങ്ങനെ നിൽക്കുന്നത് അവൾക്ക് കാണാൻ പറ്റി. അത് ആ ഒരു പൈപ്പിൽ അങ്ങനെ തൂങ്ങി അങ്ങനെ നിൽക്കുകയാണ്. കാണുമ്പോൾ തന്നെ അറപ്പാവും. അവളിപ്പോ അതെന്താണെന്ന് അറിയാൻ വേണ്ടി പതിയെ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുന്നത്. ഇതേ സമയത്ത് തന്നെ പ്രധാന സയന്റിസ്റ്റ് ഇയാൾ ലാബിൽ വെച്ച് ചില പരീക്ഷണങ്ങൾ നടത്തുന്ന സമയത്ത് ആരും ഒരാൾ വന്നിട്ട് വാതിൽ തട്ടുന്ന ശബ്ദം കേൾക്കുകയാണ്. ആരാന്ന് നോക്കാൻ വേണ്ടി വാതിലിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ തോന്നിയതായിരിക്കും എന്ന് കരുതിയിട്ട് സയന്റിസ്റ്റ് തിരിച്ചു പോകുന്നത് കാണിക്കുന്നുണ്ട്. എന്നാൽ അതിനുശേഷം ആ വാതിലിന്റെ ഭാഗത്തൊരു ഗ്ലാസ് ഉണ്ടായിരുന്നു, അവിടേക്ക് രക്തം അങ്ങോട്ട് ചീറ്റുകയാണ്. അതായത് ആ ലാബിൽ വെച്ച് ഈ സയന്റിസ്റ്റ് കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഇതോടുകൂടിയിട്ട് നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, ഈ ഒരു റിഫൈനറിയിൽ ഒരു വേട്ടക്കാരൻ വന്നിരിക്കുകയാണ്. ആരാണ് ആ വേട്ടക്കാരൻ? അപ്പൊ അത് അറിയുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇനി കഥയിലേക്ക് തിരിച്ചു വരാം. അതായത് ഹേജുൻ അവൾ ആ ഒരു പൈപ്പിന്റെ മുകളിലൊക്കെ പശ പോലെ എന്തോന്ന് കണ്ടായിരുന്നല്ലോ. എന്നാൽ ആ പശ എവിടെ കൊട്ടിയെന്ന് നോക്കി അതിനെ ഫോളോ ചെയ്ത് അവൾ അങ്ങനെ വരികയാണ്. അങ്ങനെ വന്ന് നോക്കുമ്പോൾ ഒരുപാട് ഇരുമ്പ് പൈപ്പുകൾ ഇവിടെ ഉണ്ടല്ലോ. ആ പൈപ്പുകളിലൂടെ എന്തോ ഒന്നിങ്ങനെ പോകുന്ന ശബ്ദം, ആ ടക് ടക് ശബ്ദം അവൾ കേട്ട് ആ ഭാഗത്തേക്ക് അടിച്ചു നോക്കുമ്പോൾ പെട്ടെന്ന് അതിലൂടെ എന്തോ ഒന്ന് ഇഴഞ്ഞു പോകുന്നുണ്ട്. എന്നാൽ വ്യക്തമായിട്ടൊന്നും ഹേജുൻ കണ്ടില്ല. അതുകൊണ്ട് അത് വലിയ കാര്യമാക്കി എടുക്കുന്നില്ല. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് ഇപ്പോഴത്തെ ആ ഒരു ക്യാപ്റ്റൻ ഉണ്ടല്ലോ ഇയാൾ ഓടി വന്ന് ടെൻഷൻ അടിച്ചുകൊണ്ട് ഒരു കാര്യം ഹേജുവിനോട് പറയുന്നത്, അതായത് സയന്റിസ്റ്റ് മരണപ്പെട്ടു എന്ന്. എല്ലാവരും അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന് നോക്കുമ്പോൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന സയന്റിസ്റ്റിനെ കാണുകയാണ് കേട്ടോ. അതുപോലെ ഈ ലാബിൽ തന്നെയായിരുന്നു നേരത്തെ ബോബിയെ കെട്ടിവെച്ചതും, അവനെയും അവിടെ കാണാനില്ല. അപ്പൊ ഇത് കണ്ടപാടിനെ എഡ്ഡി പറയാണ് അവന് പ്രാന്തായി തോന്നുന്നു, അവനൊരു സൈക്കോയായി മാറിയിട്ടുണ്ടെങ്കിൽ ഇനി അവനെ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല, അവൻ പെട്ടെന്ന് തന്നെ ഒരു കോടാലി എടുക്കുകയാണ്, എവിടെ ഇനി അവനെ കണ്ടാലും വെട്ടി കൊന്നേക്കാന്ന് പറഞ്ഞിട്ട്. അതായത് ഈ രണ്ട് കൊലപാതകവും ചെയ്തത് ബോബി ആണെന്നാണ് എഡ്ഡി വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്കും ചെറിയ സംശയം ഇല്ലാതില്ല. എന്നാൽ അത് ചെയ്തത് ബോബി അല്ല എന്നറിയുന്ന ആള് ഈ സയന്റിസ്റ്റ് ആയിരുന്നു. എന്നാൽ ആ കാര്യം ബാക്കിയുള്ളവരോട് പറയുന്നതിന് മുന്നേ തന്നെ സയന്റിസ്റ്റ് മരണപ്പെട്ടു. പിന്നീട് ഈ എഡ്ഡി ഉണ്ടല്ലോ ഒരു കോടാലി എടുത്തുകൊണ്ട് പാവം നമ്മുടെ ബോബിയെ തപ്പിക്കൊണ്ട് ഇറങ്ങാണ്. അങ്ങനെ ഇവരെല്ലാവരും പോയി നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് ബോധമില്ലാതെ കിടക്കുന്ന ബോബിയെ കാണുകയാണ്. അവന്റെ ദേഹം മുഴുവൻ ഈ പറഞ്ഞതുപോലെ തന്നെ കട്ടിയുള്ള ഒരു തരം പശയുണ്ടായിരുന്നു. അവനങ്ങനെ ബോധമില്ലാതെ കിടക്കുകയാണ്. എന്നാൽ അവനൊന്നും ചെയ്യാതെ ഹേജുൻ ചെന്ന് അവനെ വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് ബോധം വന്നപ്പോൾ അവനാകെ ഞെട്ടിപ്പോയി. എന്താ കാര്യം ചോദിച്ചപ്പോൾ ഇപ്പൊ ഹേജുൻ കാര്യം പറയാണ്, ഈ ഒരു റിഫൈനറിയിൽ എന്തോന്ന് സംഭവിച്ചിട്ടുണ്ട്, ഏതൊരു വേട്ടക്കാരൻ വന്നിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ രക്ഷപ്പെടണം എന്ന് പറയണം. അതേ നേരം ഒരു ശബ്ദം കേട്ട് ഇവരെല്ലാവരും 4 ഭാഗത്തേക്ക് ഓടുകയാണ്. അങ്ങനെ ഓടുന്ന സമയത്ത് ഹേജുൻ അതുപോലെ തന്നെ കിംസു ഇവർ രണ്ടുപേരും ഒരു കോറിഡോറിലേക്ക് എത്തിയ സമയത്ത് അവിടുത്തെ ലൈറ്റ് ചെറുതായിട്ട് ബ്ലിങ്ക് ആവുന്നുണ്ട്. അതേ നേരം തന്നെ സീലിംഗിലൂടെ പറ്റിപ്പിടിച്ചു പോകുന്ന ഒരു രൂപത്തെ അവ്യക്തമായിട്ട് ഇവർ കാണുന്നുണ്ട് കേട്ടോ. അവ്യക്തമായിട്ടാണ് കണ്ടതെങ്കിലും കണ്ട വാർഡിനെ രണ്ടുപേരും പേടിച്ചു പോയിട്ടുണ്ട്. ഇതേ നേരം ബോബിയെ നോക്കുകയാണെങ്കിൽ അവൻ ഒറ്റയ്ക്കാണ് മറ്റൊരു വഴിക്ക് പോയിട്ടുള്ളത്. കയ്യിലൊരു കോടാലി ഉണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ടെന്താ ഭയന്ന് വിറച്ചുകൊണ്ടാണ് അവൻ അതിലൂടെ പോകുന്നത്. ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ അവനും അതിന്റെ മുന്നിൽ പെട്ടുപോവാണ്. വ്യത്യസ്തമായിട്ടുള്ള വെള്ള നിറത്തിലുള്ള നാര് പോലെ എന്തൊക്കെയോ ഒന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ പൊന്തി വരികയാണ്. ഇതിനുശേഷം കേൾക്കുന്നത് ബോബിയുടെ അലർച്ചയാണ്. മാത്രമല്ല ഇതേ നേരത്ത് ഈ ഒരു റിഫൈനറിയിലെ ഒട്ടുമിക്ക സ്ഥലത്തെയും കറണ്ട് ഓഫായി പോകുന്നുണ്ട്. അപ്പൊ അതെന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ഥലത്ത് നല്ല കട്ടിയിൽ പശ ഇപ്പൊ ഹേജൻ കാണുന്നുണ്ടല്ലോ. ആ ഒരു പശ വീണ്ടും ഫോളോ ചെയ്ത് അവൾ അങ്ങനെ പോയി നോക്കുമ്പോൾ പവർ റൂം ഉണ്ടല്ലോ, ആ പവർ റൂമിൽ ഇവർ ഇത്രയും നേരം കണ്ട പശ അതിങ്ങനെ കട്ടായിട്ട് ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുകയാണ്. അതിന്റെ പുറമെ രണ്ടുപേരും മറ്റൊരു കാര്യം കണ്ട് വല്ലാണ്ട് ഞെട്ടിത്തരിച്ചു പോവാണ്. അതായത് ഈ ഒരു റിഫൈനറിയിലെ ആ വേട്ടക്കാരൻ അവനെ നേരിട്ട് കാണുകയാണ്. ഒരു പ്രത്യേകതരം ജന്തു, മാംസപിണ്ഡം പോലെ കിടക്കുന്ന, കണ്ടാൽ തന്നെ അറപ്പാകുന്ന ഒരു വ്യത്യസ്തമായ ജന്തു. അവനാണ് ഇവരെ 3 പേരെയും കൊന്നത്. അതായത് ലൂസി, സയന്റിസ്റ്റ്, അതുപോലെ ബോബി. അവരുടെ 3 പേരുടെ ജഡവും ഇതുപോലെ ആ ഒരു പശയിൽ മുക്കി അതങ്ങനെ താഴെ വെച്ചിട്ടുണ്ട്. അത് പതിയെ ഈ ഒരു ജീവി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വല്ലാണ്ട് പേടിച്ചു പോയി ഇവർ രണ്ടുപേരും ഒച്ചയുണ്ടാക്കാതെ എല്ലാവരുടെ അടുത്തേക്ക് ചെന്നിട്ട് കാര്യത്തിന്റെ ഗൗരവം പറയാണ്, വി ഹാവ് എ സിറ്റുവേഷൻ. വലിയൊരു അപകടത്തിലാണ് ഇവർ വന്ന് പെട്ടിരിക്കുന്നത്. ഒരു ഹണ്ടർ, ഒരു വേട്ടക്കാരൻ, ഇതുവരെയായിട്ടും അങ്ങനെ ഒന്നിനെ കണ്ടിട്ടില്ല. എന്താണ് ആ ഒരു ജീവി എന്ന് പോലും അറിയില്ല. എന്തായാലും
എന്തായാലും ഈ ഒരു വിവരം മുകളിലേക്ക് കൊടുക്കുക തന്നെ വേണം. വിവരം കിട്ടി അവരെ അവിടുന്ന് രക്ഷപ്പെടുത്താനായിട്ട് ഒരു ടീമിനെ ഇങ്ങോട്ട് കയക്കുന്നത് വരെ ജീവൻ നിലനിർത്തുക എന്നുള്ളത് അത് ഇവരുടെ മാത്രം ആവശ്യമാണ്. സോ അതിനുവേണ്ടി ഇനിയുള്ള കുറച്ച് സമയങ്ങൾ ഇവര് നന്നായിട്ട് കഷ്ടപ്പെടേണ്ടി വരും. എന്നാൽ അതിനെയും പേടിച്ച് ഈ കൺട്രോൾ റൂമിൽ നമ്മളിങ്ങനെ ഒളിച്ചിരുന്നോണ്ട് കാര്യമില്ല. പറ്റുവാണെങ്കിൽ അതിനെ അങ്ങോട്ട് തട്ടിക്കളയാം. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഗണ്ണും ബാക്കിയുള്ള സാധനങ്ങളും ഇതെല്ലാം എടുത്ത് ഇവർ 4 വഴിക്ക് പോകുന്നുണ്ട്. അപ്പൊ അവരുടെ പിന്നാലെ പോകാൻ നിൽക്കുന്ന എഡ്ഡിയുടെ കൂട്ടുകാരുണ്ടല്ലോ, സദാസമയം അവന്റെ കൂടെ ഉണ്ടാകുന്ന ആള് അവനും പോകാൻ നിൽക്കുമ്പോൾ നീ അങ്ങോട്ടേക്ക് പോകുന്നത്, തൽക്കാലം നമുക്ക് ഈ ഒരു കൺട്രോൾ റൂമിൽ തന്നെ നിൽക്കാന്ന് പറയണം. ബോബി എന്തോ ഒന്ന് ചെയ്തെന്ന് പറഞ്ഞിട്ട് അവനെ വെട്ടാൻ നടന്ന ആളാണിത്. എന്നാൽ ഇപ്പൊ അവന്റെ ധൈര്യം എവിടെ പോയി ആവോ. ഇതേ സമയം ബാക്കിയുള്ള എല്ലാവരും ആയുധങ്ങളുമായിട്ട് ആ ജീവിയെ കൊല്ലാൻ വേണ്ടി പോയായിരുന്നല്ലോ. എന്നാൽ കുറെ നേരം കൺട്രോൾ റൂമിൽ അങ്ങനെ ഇരുന്ന സമയത്ത് ഇവർക്കൊരു പേടി തുടങ്ങി. ഇവർക്ക് എന്ന് വെച്ചാൽ ഈ ഒരു എഡ്ഡിക്ക് അപ്പൊ നമ്മൾ ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കുന്നതിലും നല്ലത് അവരുടെ കൂട്ടത്തിൽ പോയി ചേരുന്നതല്ലേ. ഒറ്റയ്ക്ക് ഇരുന്നാൽ പണി കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും നൈസായിട്ട് അവരുടെ അടുത്തേക്ക് പോവാണ്. ഇതേ നേരം തന്നെ ആയുധം അത് എയിം ചെയ്തുകൊണ്ട് പതിയെ പതിയെ അതിലൂടെ ക്യാപ്റ്റൻ റോയും നമ്മുടെ ഹീറോയിൻ എല്ലാവരും പതിയെ പതിയെ നടന്നു കൊടുക്കുമ്പോൾ എന്തോ ഒരു ശബ്ദം കേട്ട് ഇവരങ്ങോട്ടേക്ക് ഷൂട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ അയ്യോ വെടിവെക്കല്ലേ എന്ന് പറയാണ്. നോക്കുമ്പോൾ ആരാണ്, നമ്മുടെ എഡ്ഡിയും അവന്റെ കൂട്ടുകാരനായിരുന്നു. എന്തായാലും വിളിച്ചു കൂവിയത് നന്നായി, അല്ലെങ്കിൽ ഇപ്പൊ നെഞ്ചത്ത് തൊള വീണേനെ. കാരണം എന്താണെന്നറിയോ, ക്യാപ്റ്റൻ റോയ് ആള് നല്ല ഒന്നാന്തരം വെടിക്കാരനാണ്. അദ്ദേഹത്തിന്റെ ഒഴിവ് സമയത്തിലൊക്കെ ഇതുപോലെ ഫയറിംഗ് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ എഡ്ഡിയോടും കൂട്ടുകാരനോടും ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞ അതേ സമയത്ത് തന്നെ പിന്നിൽ നിന്നും ഈ എഡ്ഡി എന്തോ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ദാണ്ടെ നിൽക്കുന്നു ഇവര് തേടി വന്ന ആ ഒരു ജന്തു. ഒന്ന് അവിടെ നിന്നും അനങ്ങാൻ വരെ എഡ്ഡിക്ക് പറ്റുന്നില്ല. മാത്രമല്ല അവന്റെ നിക്കറടക്കം എല്ലാം നനഞ്ഞു പോണ്. അമ്മാതിരി രീതിയിൽ പേടിച്ചു പോയിട്ടുണ്ട്. കൂടെ തന്നെ അവന്റെ കൂട്ടുകാരനുണ്ട്. എന്നാൽ കൂട്ടുകാരൻ അത്ര പേടിത്തോണ്ടനൊന്നുമല്ല കേട്ടോ. അനങ്ങാതെ അവരവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ജീവിയും അനങ്ങാതെ അങ്ങനെ നിൽക്കുകയാണ്. ഇതേ നേരത്ത് ക്യാപ്റ്റന് അതിന് വെടിവെക്കാൻ കഴിയുന്നില്ല. കാരണം അവിടെ ഒരുപാട് മരത്തിന്റെ പെട്ടികൾ ഉണ്ടായിരുന്നു. അതിന്റെ പിറകിൽ മറഞ്ഞു നിൽക്കുകയാണ് ഈ ഒരു ജീവി. അപ്പൊ ക്യാപ്റ്റൻ റോയ് നൈസായിട്ട് അവർക്കൊരു സിഗ്നൽ കൊടുക്കുകയാണ് ആ ഒരു പെട്ടി ഒന്ന് തട്ടി വിട്ടേക്കുന്നത്. എന്നാൽ ആ ഒരു സിഗ്നൽ റോങ് ആയിട്ട് മനസ്സിലാക്കിയ എഡ്ഡി വിചാരിച്ചത് അവനോട് കൈകൊട്ടാനാ പറഞ്ഞതെന്ന്. അവനെന്താക്കി ചെറുതായിട്ട് കൈകൊട്ടുകയാണ്. കൈകൊട്ടിയ ഉടനെ തന്നെ ശബ്ദം കേട്ടപ്പോൾ ഈ ജീവി അങ്ങോട്ടേക്ക് പാഞ്ഞു വരുന്നുണ്ട്. എന്നാൽ എഡ്ഡിക്കൊന്നും വരാതിരിക്കാനായിട്ട് അതിന്റെ മുന്നിലേക്ക് ചാടി വീണ് നിന്ന് അവനെ രക്ഷപ്പെടുത്താണ് എഡ്ഡിയുടെ കൂട്ടുകാരൻ. എന്നാൽ ആ കൂട്ടുകാരൻ ചെക്കനെ ഒറ്റക്കട്ടിക്ക് വലിച്ചെറിയുന്നുണ്ട് ഈ ഒരു ജീവി. പിന്നെ ഒന്നും നോക്കിയില്ല, എല്ലാവരും തുരുതുരേന്ന് വന്നിട്ട് ഷൂട്ടാക്കുന്നുണ്ട്. എന്നാൽ വെടിയേറ്റ് ഈ ജീവിക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. എല്ലാത്തിനെയും പ്രതിരോധിക്കാനുള്ള ഒരു ശേഷി അതിന്റെ ആ ഒരു സ്കിന്നിനുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ ക്യാപ്റ്റൻ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ലൈറ്റർ ഉണ്ടായിരുന്നു. അത് ഓണാക്കിയിട്ട് ഈ ജീവിയുടെ ദേഹത്തേക്ക് ഒരൊറ്റ ഏറ് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അതിന്റെ ശരീരം നിന്നങ്ങോട്ട് കത്താൻ തുടങ്ങുകയാണ്. ഈ ഗ്യാപ്പിന് ഇവരെല്ലാവരും വേഗം അവിടെ ഉണ്ടായിരുന്ന ഒരു ലിഫ്റ്റിന്റെ ഉള്ളിലേക്ക് ഓടിച്ചെന്ന് കയറുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും ഈ ഒരു മൃഗം അതിന്റെ ദേഹത്തെ ആ ഒരു തീ അണച്ചിട്ടുണ്ടായിരുന്നു. അത് പതിയെ പതിയെ കെട്ടുപോവാണ്. ദേഹം മുഴുവൻ തീ പടർന്നിട്ടും ആ ഒരു ജീവിക്ക് ഒന്നും സംഭവിച്ചില്ല എന്ന് പറയും. അതുപോലെ രക്ഷപ്പെടാനായിട്ട് ഇവരൊരു ലിഫ്റ്റിന്റെ ഉള്ളിലേക്ക് കയറിയില്ലേ, ആ ലിഫ്റ്റിന്റെ മുകളിലേക്കാണ് ഇപ്പൊ ഈ ഒരു ജീവി വന്നു നിൽക്കുന്നത്. പതിയെ പതിയെ ലിഫ്റ്റ് താഴേക്ക് പോകുന്നുണ്ട്. ആ ജീവിയാണെങ്കിൽ അതിന്റെ മുകളിലുണ്ട്. എന്തായാലും ആ ഒരു ജീവിക്ക് ആ ചെറിയ ഗ്യാപ്പിലൂടെ ഇതിന്റെ ഉള്ളിലേക്ക് വരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ആ ഒരു ചെറിയ ടെന്റക്കിൾസ് പോലെയുള്ള കൈ അത് നേരെ ഉള്ളിലേക്ക് കൊണ്ടുപോവാണ്. ചില്ലെല്ലാം തകർത്തിട്ട് ഇവർക്ക് നേരെ വരികയാണ്. പരമാവധി അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശബ്ദം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ക്യാപ്റ്റൻ റോയ് പറയാണ്. എന്നാൽ പേടിത്തൊണ്ടനായിട്ടുള്ള പാവം നമ്മുടെ എഡ്ഡി അത് കണ്ടപാട് തന്നെ എന്നിട്ട് കരയുന്നുണ്ട്. അവന്റെ വായിപ്പോ നമ്മുടെ എഡ്ഡി പൊത്തി പിടിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ഹേജു ഒന്നും നോക്കിയില്ല, കയ്യിലുണ്ടായിരുന്ന കോടാലി ഉപയോഗിച്ച് ഒരൊറ്റ വെട്ടാണ്. ആ ഒരു ടെന്റക്കിൾ അത് മുറിഞ്ഞു പോകുന്നുണ്ട്. ചെറുതായിട്ട് കരഞ്ഞുകൊണ്ട് ആ ജീവി അവിടുന്ന് പോവാണ്. അപ്പോഴേക്കും ഇവര് താഴത്തെ ആ ഒരു ഫ്ലോറിലേക്ക് വന്നിട്ടുണ്ട്. വേഗം തന്നെ ആ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി ഫ്ലോറിലേക്ക് കയറുന്നുണ്ട്. മാത്രമല്ല ഈ എഡ്ഡിയുടെ കൂട്ടുകാരന്റെ കാലിന് നല്ല മുറിവായിട്ടുണ്ടായിരുന്നു. ആ മുറിവിൽ ഇവര് നന്നായിട്ട് മരുന്ന് വെച്ച് കെട്ടിക്കൊടുക്കുകയാണ്. ഈ സമയത്ത് പഴയ ക്യാപ്റ്റനായിട്ടുള്ള ക്യാപ്റ്റൻ റോണിയോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ക്യാപ്റ്റൻ, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം അറിയോ? നിങ്ങൾ എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? ഇപ്പൊ ക്യാപ്റ്റൻ റോണി ചോദിക്കുകയാണ്, ഞാൻ എന്ത് മറച്ചു വെക്കാൻ, എനിക്കൊന്നും അറിയില്ല എന്ന് പറയാണ്. എന്നാൽ വീണ്ടും ആ ഒരു ക്യാപ്റ്റൻ ചോദിക്കുന്നുണ്ട്, സത്യം പറ, എന്താ നിങ്ങൾ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത്? ആ ജീവിയുടെ ദേഹത്തേക്ക് ലൈറ്റർ എറിഞ്ഞാൽ തീ പിടിക്കുമെന്ന് നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലായത്? അത് എനിക്കും തോന്നിയായിരുന്നു. അതായത് ഒന്നും അറിയാതെ ക്യാപ്റ്റൻ റോണി എങ്ങനെയാണ് ലൈറ്റർ എടുത്ത് ആ ഒരു ജീവിയുടെ മേത്തേക്ക് എറിഞ്ഞത്? തീ പിടിക്കുമെന്ന് നേരത്തെ ഈ ക്യാപ്റ്റൻ അറിയാവുന്നത് കൊണ്ടല്ലേ അങ്ങനെ എറിഞ്ഞത്? എന്നാൽ ഈ പുതിയ ക്യാപ്റ്റനും അതുപോലെ പഴയ ക്യാപ്റ്റനായിട്ടുള്ള റോണി ഇവർ സംസാരിക്കുന്ന ഈ ഒരു കാര്യം കണ്ടപ്പോൾ പുതിയ ക്യാപ്റ്റൻ അനാവശ്യമായിട്ട് ക്യാപ്റ്റൻ റോണിയോട് വഴക്കിടാൻ പോവാണെന്ന ബാക്കിയുള്ള എല്ലാവരും വിചാരിച്ചത്. എന്നാൽ പെട്ടെന്ന് തന്നെ ക്യാപ്റ്റൻ റോണി ആ ലാബിൽ ഇവർ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ ചെറിയ മത്സ്യങ്ങളുണ്ടല്ലോ, അതായത് കടലിനടിയിൽ നിന്നും ഇവർക്ക് കിട്ടിയ മത്സ്യങ്ങൾ, അതിലൊരെണ്ണത്തിനെ പുറത്തേക്ക് എടുത്ത് ഒരു ചില്ലുകൂട്ടിലിട്ട് അതിന്റെ ദേഹത്ത് തീ വെച്ച് കൊടുക്കുകയാണ്. ഇത് കണ്ട് എല്ലാവരും ഞെട്ടിപ്പോവാണ്. കാരണം വെള്ളത്തിൽ നിന്നെടുത്ത ഒരു മത്സ്യം അതിന്റെ ദേഹത്ത് എങ്ങനെയാ തീ പിടിക്കുക? ഒരു ചാൻസും ഇല്ല എന്ന് പറയാണ്. പക്ഷേ നേരിട്ട് കാണുന്ന കാര്യം, കണ്ണുകൊണ്ട് കാണുന്ന ഈ കാര്യം അത് വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? ഇപ്പോഴാണ് ക്യാപ്റ്റൻ റോണി പറയുന്നത്, ഈ ജീവികളുടെ ശരീരത്ത് തീ ഇട്ട് കഴിഞ്ഞാൽ 24 മണിക്കൂറോളം അതങ്ങനെ നിന്ന് കത്തിക്കൊണ്ടേയിരിക്കും. കാരണം അതിന്റെ ശരീരം മുഴുവൻ ഉണ്ടായിരിക്കുന്നത് പെട്രോളിയം പ്രൊഡക്റ്റ് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇതങ്ങനെ നിന്ന് കത്തുന്നത്. ശരിക്കും
ശരിക്കും ആ ഒരു കാര്യം ഇവർക്ക് ഷോക്കിംഗ് ആയിട്ടുള്ളത് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് ഈ കാര്യം എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായത്? അതായത് 20 വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ജോലി ചെയ്തിരുന്ന, അതായത് ഇവിടുത്തെ ക്യാപ്റ്റൻ ആയിരുന്നല്ലോ ക്യാപ്റ്റൻ റോണി, അന്ന് ഇതുപോലെ ഇവർക്ക് ഈ ഒരു മീനിനെ കിട്ടിയായിരുന്നു. അപ്പൊ യാദൃശ്ചികമായിട്ട് അതിന്റെ ദേഹത്ത് തീ പിടിച്ച സമയത്ത് നന്നായിട്ട് അത് കുറെ നേരം നിന്ന് കത്തി. അതും 24 മണിക്കൂറൊന്നുമല്ല, 36 മണിക്കൂറോളം. മാത്രമല്ല അതിന്ന് വരുന്ന ഒരു ടെമ്പറേച്ചർ അത് 1000 ഡിഗ്രി സെൽഷ്യസ് വരെ തരുമായിരുന്നു. അതായത് പുതിയൊരു ഫ്യൂൽ പ്രോഡക്റ്റ് ഇവർ കണ്ടുപിടിച്ചു എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായി. എന്നാൽ ആ സമയത്ത് ക്യാപ്റ്റൻ റോണിയുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ഹേജൻ ഉണ്ടല്ലോ, അവളുടെ അച്ഛൻ ഒരു കാര്യം പറഞ്ഞു, ഇത് എത്ര വലിയൊരു പെട്രോളിയം പ്രോഡക്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ഫ്യൂൽ സോഴ്സ് ആണെങ്കിലും അതും ഒരു ജീവനാണ്. ആ ജീവനെ ഒരുപാട് നേരം കത്തിച്ച് അത് നമുക്ക് വേണ്ടി ഉപയോഗിക്കാന്ന് പറയുന്നത് അത് ഭയങ്കര ക്രൂരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ കാര്യം നമ്മൾ ചെയ്യേണ്ട എന്ന് തന്നെ ക്യാപ്റ്റൻ റോണിയോട് അന്ന് നമ്മുടെ ഹേജുവിന്റെ അച്ഛൻ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ അന്ന് സെക്ടർ 7 അതായത് ഈ ഒരു ഓയിൽ റിഫൈനറിയിൽ ഒരു അപകടം നടന്നു. മാത്രമല്ല ഹേജുവിന്റെ അച്ഛൻ മരണപ്പെടുകയും ചെയ്തു. ഇതുപോലെ വലിയൊരു അപകടം നടന്നതുകൊണ്ട് തന്നെ 20 വർഷങ്ങൾക്ക് മുന്നേ പൂർണ്ണമായിട്ടും സെക്ടർ 7 അത് ക്ലോസ് ചെയ്ത് കളഞ്ഞു. പിന്നീട് കുറച്ചധികം വർഷത്തിന് ശേഷമാണ് ഇത് വീണ്ടും ആക്റ്റീവ് ആയത്. അത് ആക്റ്റീവായി അവിടെ നിന്നും എണ്ണ കിട്ടാൻ തുടങ്ങി എന്നറിഞ്ഞ സമയത്ത് വേണമെന്ന് വെച്ച് തന്നെയാണ് ക്യാപ്റ്റൻ റോണി ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നത്. കാരണം 20 വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹം വേണ്ട എന്ന് വെച്ച ഒരു പരീക്ഷണം, അതായത് ആ കത്തുന്ന മീനുകളുണ്ടല്ലോ അതിന്റെ ദേഹത്ത് വെച്ചുള്ള പരീക്ഷണങ്ങൾ അത് വീണ്ടും ചെയ്യാൻ വേണ്ടി തന്നെ അതായിരുന്നു ഇയാളുടെ ഇങ്ങോട്ടേക്കുള്ള വരവിന്റെ പ്രധാന ഉദ്ദേശം. അല്ലാതെ ഹേജൻ പറഞ്ഞത് കൊണ്ടൊന്നുമല്ല ക്യാപ്റ്റൻ റോണി ഇവിടെയുള്ള ഒരു ഓയിൽ ഖനനം വീണ്ടും ചെയ്യാമെന്ന് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഇപ്പത്തെ ക്യാപ്റ്റനോട് സംസാരിച്ചത്. പിന്നീട് ഇവിടെ വന്നതിന് ശേഷം ആരും അറിയാതെ പ്രധാന സയന്റിസ്റ്റ് ഉണ്ടല്ലോ അയാൾ അറിയാതെ തന്നെ നമ്മുടെ ലൂസി അവളുമായിട്ട് ഈ ക്യാപ്റ്റൻ റോണി ഒരു കരാറുണ്ടാക്കി. അതായത് ഇങ്ങനെയുള്ള ഈ മത്സ്യങ്ങൾ ഇതിന് ചില പ്രത്യേകതകളുണ്ട്, ഇത് നമുക്ക് ഫ്യൂലായിട്ട് ഉപയോഗിക്കാൻ കഴിയും. അപ്പൊ അതിൽ കൂടുതലായിട്ട് പരീക്ഷണങ്ങൾ നടത്തി ഇവരാരും പോവാത്ത ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചേംബർ ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ച് ഈ ഒരു മീനിന്റെ ദേഹത്ത് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി 3 മാസങ്ങൾ കൊണ്ട് ആ ഒരു മീൻ വലിയ രീതിയിൽ വളർന്നു എന്ന് പറയാം. പക്ഷെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ ആ മീനിനെ ഇവർ കൺട്രോൾ ചെയ്യാൻ പറ്റാതെയായി. ആ കണ്ടെയ്നർ തകർത്തുകൊണ്ട് അത് പുറത്തേക്ക് വന്നു. ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടും ക്യാപ്റ്റൻ റോണിയും അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ ലൂസിയും ഈ കാര്യം ആരോടും പറഞ്ഞില്ല. എന്നാൽ അവസാനമായിട്ട് ലൂസി ആ ഒരു കാര്യം പറയാൻ വേണ്ടി ഹേജുവിന്റെ അടുത്തേക്ക് വന്നായിരുന്നു. അവൾക്ക് എന്തോ പറയാനുണ്ടായിരുന്നു എന്ന് ഹേജുൻ കിംസുവിനോട് പറഞ്ഞില്ലേ, അത് ഈ കാര്യം തന്നെയായിരുന്നു. എന്നാൽ പൂർണ്ണമായിട്ടും അത് പറയുന്നതിന് മുന്നേ അങ്ങോട്ടേക്ക് ക്യാപ്റ്റൻ റോണിയും അതുപോലെ തന്നെ കിംസുവും വന്നതുകൊണ്ട് അവൾക്കത് ഹേജുവിനോട് പറയാൻ പറ്റിയില്ല. അന്ന് അവൾ അവിടുന്ന് തിരിച്ചു പോവുകയും ചെയ്തു. ആ രാത്രിയിൽ തന്നെ ഡോക്ടർ ലൂസി മുകളിൽ നിന്ന് താഴേക്ക് വീണ് മരണപ്പെട്ടില്ലേ, അതിന്റെ കാരണക്കാരനും ക്യാപ്റ്റൻ റോണി തന്നെയായിരുന്നു. അതായത് ഇവിടെ ഇങ്ങനെയൊക്കെ പരീക്ഷണങ്ങൾ നടന്നു, അതെല്ലാവരോടും പറയാൻ വേണ്ടി ഡോക്ടർ ലൂസി പോവാൻ നിൽക്കുകയായിരുന്നു. എന്നാൽ ക്യാപ്റ്റൻ റോണി പറഞ്ഞു, സമയമാകുമ്പോൾ ഞാൻ എല്ലാവരോടും എല്ലാം പറഞ്ഞോളാം, അതുവരെ ഈ കാര്യം ആരും അറിയാൻ പാടില്ല. എന്നാൽ റോണി പറഞ്ഞ ഈ ഒരു കാര്യങ്ങൾ ലൂസി കേട്ടില്ല കേട്ടോ. ഞാൻ എല്ലാവരോടും ഈ ഒരു കാര്യം ഇപ്പൊ പറയും, അതായത് എല്ലാവരും ഇവിടുന്ന് രക്ഷപ്പെട്ട് പോയിക്കോട്ടെ. അങ്ങനെ അവൾ ആ ഒരു കാര്യം പറയാൻ നിൽക്കുമ്പോഴാണ് ദേഷ്യം വന്ന ക്യാപ്റ്റൻ റോണി അവളെ മുകളിൽ നിന്നും എടുത്ത് താഴേക്ക് എറിഞ്ഞത്. അതായത് ലൂസിയെ കൊന്നത് ആ ഒരു മൃഗമോ അല്ലെങ്കിൽ ഇവരെല്ലാം പറയുന്നത് പോലെ ബോബിയോ ആയിരുന്നില്ല. ഇവരെല്ലാവരും ഒരുപാട് സ്നേഹിച്ച ഇവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ക്യാപ്റ്റൻ റോണി ആയിരുന്നു. ഇത് കേട്ട സമയത്തുണ്ടല്ലോ പാവം നമ്മുടെ ഹേജു അവളാകെ തരിച്ചു പോവാണ്, കണ്ണക്കാകെ നിറഞ്ഞ് നിങ്ങൾ എന്തൊരു ക്രൂരനാ മനുഷ്യ, നിങ്ങൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നുണ്ടെന്ന് പറഞ്ഞ സമയത്ത് ഞങ്ങളൊക്കെ എത്ര ഹാപ്പി ആയെന്നറിയോ. ഞാൻ നിങ്ങളെ കണ്ടത് എന്റെ അച്ഛന്റെ സ്ഥാനത്തായിരുന്നു, എത്രത്തോളം സ്നേഹം ബഹുമാനം നിങ്ങൾക്ക് തന്നായിരുന്നു. എന്നാൽ നിങ്ങൾ ഇതുപോലെ ഒരു രാക്ഷസനാണെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. ആ പാവൻ ലൂസിയോട് ഇങ്ങനെ ചെയ്യാനായിട്ട് നിനക്കെങ്ങനെ മനസ്സ് വന്നടാ. എന്നാൽ ഒന്നും പറയാതെ തലയും താഴ്ത്തി ക്യാപ്റ്റൻ റോണി അങ്ങനെ നിൽക്കുകയാണ്. ചെയ്തത് വലിയൊരു മഹാപാപാണെന്ന് അയാൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, ആ തെറ്റ് അത് തിരുത്താൻ പറ്റില്ലല്ലോ. ഇതേ നേരം തന്നെ ഇവർ നിൽക്കുന്ന ആ ഒരു കൺട്രോൾ റൂം ഇതിന്റെ ചുമരിൽ വന്നിട്ട് എന്തോ നടിക്കുന്നുണ്ട് കേട്ടോ. അതൊരു ഗ്ലാസിന്റെ ചുമരായിരുന്നു. നോക്കുമ്പോൾ ആ ഒരു ജീവി അത് വന്നു കഴിഞ്ഞു. ഇനി അധിക നേരം നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഹേജുവിനെ വേഗം തന്നെ കിംസ് കൂട്ടുകയാണ്, അവരവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണ്. അങ്ങനെ ഓടുന്ന സമയത്ത് ഏറ്റവും പിന്നിലുണ്ടായിരുന്നത് ക്യാപ്റ്റൻ റോണി ആയിരുന്നു. അതേ നേരം തന്നെ ഈ ജീവി ആ ഗ്ലാസ് പൊട്ടിച്ച് പുറത്തേക്ക് വന്ന് അതിന്റെ ആ ഒരു ടെന്റക്കിൾസ് ഉപയോഗിച്ചുകൊണ്ട് ക്യാപ്റ്റൻ റോണിയുടെ കാലുകൾ ചുറ്റിയിടുകയാണ്. എന്നാൽ അപ്പോഴേക്കും ആ ലാബിൽ ഉണ്ടായിരുന്ന ഒരു ആസിഡിന്റെ ബോട്ടിൽ അതെടുത്ത് ജീവിയുടെ തലയിലേക്ക് ഒരൊറ്റ ഏറാണ്. അതിന്റെ തല ഉരുകി പോകുന്നുണ്ട്. പിന്നീട് ആ ഒരു ജീവിക്ക് വേദനിച്ചത് കൊണ്ടായിരിക്കണം അത് അവിടുന്ന് തിരിച്ചു പോവാണ്. ഈ ഗ്യാപ്പിൽ എല്ലാവരും അവിടുന്ന് രക്ഷപ്പെട്ടു പോയി എന്ന് പറയുന്നില്ലേ. ഇവരുടെ കയ്യിൽ അത്യാവശ്യം വെപ്പൺസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം റെഡിയാക്കിയിട്ട് കാത്തിരിക്കുകയല്ല, എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണല്ലോ. അപ്പൊ ഇവരുടെ ഈ ഒരു ടീമിൽ ഇപ്പോൾ ഉള്ളത് ഹേജനും അതുപോലെ തന്നെ കിംസും, പിന്നെ എഡ്ഡിയും അവന്റെ കാലിന് വയ്യാത്ത ആ ഒരു കൂട്ടുകാരനാണ്, അതുപോലെ തന്നെ ഇപ്പോഴത്തെ പുതിയ ക്യാപ്റ്റനും. ഈ സമയത്ത് ഹേജും പറയാണ്ട് നമുക്കിവിടെ 2 പ്ലാനുകളുണ്ട്, ഒന്ന് പ്ലാൻ എയും പ്ലാൻ ബിയും. പ്ലാൻ എ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും അതുപോലെ തന്നെ കിംസും പോയിട്ട് പവർ റൂമിൽ പോയിട്ട് പവർ ഓൺ ആക്കുകയാണ്. അതായത് പവർ ഓൺ ആക്കിയാൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഇനി എന്തെങ്കിലും കാരണവശാൽ ഞാനും അതുപോലെ തന്നെ കിംസും അങ്ങോട്ടേക്ക് പോയിട്ട് ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ പ്ലാൻ ബി അത് ചെയ്യണം. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വലിയ റിഫൈനറിയിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ പെട്ടെന്ന് രക്ഷപ്പെടാനായിട്ട് ചെറിയ മുങ്ങിക്കപ്പൽ ഇവിടെ ഉണ്ട്. അതിലൊരെണ്ണം ഇപ്പോഴും ആക്റ്റീവ് ആണ്. അപ്പൊ അത് റെഡിയാക്കി അവിടെ ഇരുന്നോളാൻ ഇവരോട് പറയണം. അങ്ങനെ 2 ടീമായിട്ട് ഇവർ പിരിയാണ്. അതായത് എഡ്ഡി, അവന്റെ കാലിന് വയ്യാത്ത കൂട്ടുകാരൻ, അതുപോലെ തന്നെ പുതിയ ക്യാപ്റ്റൻ. ഇവർ ആ ഒരു ചെറിയ മുങ്ങിക്കപ്പൽ എടുക്കാൻ താഴേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ പവർ റൂമിൽ പോയിട്ട് പവർ ഓൺ ആക്കാനായിട്ട് ഹെജനും അതുപോലെ തന്നെ കിംസും പോവാണ്. അങ്ങനെ അവർ അവിടെ ചെന്ന് നോക്കുന്ന സമയത്തുണ്ടല്ലോ ഈ പവർ ഓൺ ആക്കുന്ന ആ ഒരു ലിവർ അതിന്റെ ചുറ്റുഭാഗമായിട്ട് ഫുള്ളായിട്ട്
പൂർണ്ണമായിട്ടും ഈ കട്ടിയുള്ള മാംസളമായിട്ടുള്ള പശ പോലെ എന്തോന്ന് അങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. അറപ്പുണ്ട്, എന്നാലും അതിന്റെ ഉള്ളിലേക്ക് കൈ കുത്തി കയറ്റിയിട്ട് ഹെജുൻ ആ ഒരു ലിവർ പിടിച്ച് തിരിക്കുകയാണ്. അതോടുകൂടിയിട്ട് പോയ പവർ അത് തിരിച്ചു വരികയാണ്. ഇതേ നേരം തന്നെ ബാക്കിയുള്ള 3 പേര് എഡിയുടെ കൂട്ടുകാരൻ, പുതിയ ക്യാപ്റ്റൻ, ഇവർ താഴേക്ക് ആ ഒരു മുങ്ങിയ കപ്പലില്ലേ അതിന്റെ അടുത്തേക്ക് പോവാണ്. പോകുന്ന സമയത്ത് ഇവരുടെ പിന്നാലെ തന്നെ വീണ്ടും ആ ഒരു ജീവി വരികയാണ്. കാലിന് വയ്യാത്തതുകൊണ്ട് എഡിയുടെ കൂട്ടുകാരന് അത്ര പെട്ടെന്ന് വരാൻ കഴിയുന്നില്ല. എന്നാൽ അവൻ അവിടെ വിട്ടിട്ട് നീ വേഗം വാടാന്ന് ക്യാപ്റ്റൻ പറയാണ്. എന്നാൽ എഡി എന്തൊക്കെ ചെയ്താലും കൂട്ടുകാരനെ വിടുന്ന ഒരു ലക്ഷണവുമില്ല. പിന്നെ ഈ 2 പേരെയും അവിടെ വിട്ട് ക്യാപ്റ്റൻ ഒറ്റയ്ക്ക് പോയിട്ട് ആ ഒരു മുങ്ങിക്കപ്പൽ അതിന്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും കാലിന് വയ്യാത്ത ഈ എഡിയുടെ കൂട്ടുകാരനുണ്ടല്ലോ, അവൻ അവിടെ വീണുപോയി. അവന് വന്ന് ആ ഒരു ജീവി വിഴുങ്ങുന്നുണ്ട്. അതോടൊപ്പം തന്നെ നേരെ വന്നിട്ട് നമ്മുടെ എഡി ആളൊരു കോമഡി പീസൊക്കെ ആയിരുന്നു, അവന്റെ തലയിലൂടെ ഈ ജീവി അതിന്റെ ആ ഒരു ടെന്റിക്കിൾസ് ഒരൊറ്റ കയറ്റിലാണ്. അങ്ങനെ ഈ ക്യാപ്റ്റൻ നോക്കി നിൽക്കെ അവനും മരിക്കുകയാണ്. ആ 2 പേരുടെയും മരണത്തിന് ഒരു പരിധി വരെ കാരണക്കാരൻ ഈ ക്യാപ്റ്റനാണ്. ഇയാളുടെ സ്വാർത്ഥതയാണ്. ഒന്ന് ശ്രമിച്ചായിരുന്നെങ്കിൽ 2 പേരെയും ഇയാൾക്ക് രക്ഷപ്പെടുത്താമായിരുന്നു. എന്തായാലും മുകളിൽ നിന്നും പവറെല്ലാം ഓണാക്കിയിട്ട് താഴേക്ക് നമ്മുടെ ഹെജുനും അതുപോലെ തന്നെ കിംസും വന്നു നോക്കുമ്പോൾ മരണപ്പെട്ട് കിടക്കുന്ന എഡിയും അവന്റെ കൂട്ടുകാരനെയാണ് കാണുന്നത്. അതുപോലെ തന്നെ ആ മുങ്ങിക്കപ്പൽ അതവിടെ കാണാനില്ല. ഇവരെ ചതിച്ചുകൊണ്ട് പുതിയ ക്യാപ്റ്റൻ ആ ഒരു മുങ്ങിക്കപ്പലുമായിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടു എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായി. പാവം നമ്മുടെ ഹെജുൻ അതുപോലെ തന്നെ കിംസു ഇനി എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് ഇവർക്ക് 2 പേർക്കും അറിയില്ല കേട്ടോ. അതുപോലെ പുറത്താണെങ്കിൽ നല്ല കൊടുങ്കാറ്റുമാണ്, മഴയാണ്. ഈ സമയത്ത് കടലിനടിയിലൂടെ രക്ഷപ്പെട്ടു പോകുന്ന പുതിയ ക്യാപ്റ്റനെ കാണിക്കുകയാണ്. ആ ചെറിയ മുങ്ങിക്കപ്പലിലാണ് ഇയാൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് വെള്ളത്തിനടിയിലൂടെ നീന്തി വരുന്ന എഡി ഉണ്ടല്ലോ, അവന്റെ കൂട്ടുകാരനെ കാണുകയാണ്. ഇത് കണ്ട് ക്യാപ്റ്റൻ ആകെ ഞെട്ടിപ്പോയി. അവനെങ്ങനെ ഈ നീന്തി വരുന്നത് അത്രയും ഒഴുക്കുള്ള ഒരു കടലിലൂടെ? പക്ഷെ പിന്നീട് സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. അവൻ ഒറ്റയ്ക്ക് നീന്തി വരുമായിരുന്നില്ല. അവന്റെ ആ ഒരു ബോഡി എടുത്തുകൊണ്ട് ആ ജീവിയാണ് വന്നിരുന്നത്. അധികം വൈകിയില്ല ഈ ഒരു മുങ്ങിക്കപ്പൽ ആ ജീവി കാണുകയാണ്. ഇതിന്റെ മുകളിൽ കയറിയിരിക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ചില്ല് നോക്കി ഒരേറ്റ അടി അടിക്കുകയാണ്. കടലിന്റെ അടിഭാഗത്തു കൂടെയാണല്ലോ ഈ കപ്പൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായി വെള്ളം ഉള്ളിലേക്ക് അടിച്ച് കയറിയിട്ട് അവിടെ വെച്ച് തന്നെ ഈ ക്യാപ്റ്റൻ മരിച്ചു പോവാണ്. ഇവിടെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് ക്യാപ്റ്റൻ റോണി ഉണ്ടല്ലോ, ഇയാൾ നേരെ പോകുന്നത് കൺട്രോൾ റൂമിലേക്കാണ്. അതായത് ആ ഒരു ജീവിയുടെ തലയിലേക്ക് ആസിഡ് ഒഴിച്ച് നേരെ വന്നത് കൺട്രോൾ റൂമിലേക്കാണ്. വന്ന വാർഡിന് അവിടെ എന്തൊക്കെയോ ചില കാര്യങ്ങൾ ചെയ്ത് ഒരു ചുവന്ന ബട്ടൺ അമർത്തുന്നത്. അത് അമർത്തിയ വാർഡ് മുഴുവനായിട്ടും സൈറ അടിക്കാൻ തുടങ്ങി. അതായത് സൈറം അടിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടോ എന്നാണ്. അതായത് ക്യാപ്റ്റൻ റോണി അയാളിപ്പോ അമർത്തിയിരിക്കുന്ന ആ ഒരു സ്വിച്ച് ഉണ്ടല്ലോ, അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഈ ഒരു റിഫൈനറി ഫേസ് ചെയ്യുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ഇതിനെല്ലാത്തിനെയും ഒറ്റയടിക്ക് തകർക്കാൻ പാകത്തിന് ഇതിന്റെ പല ഭാഗത്തായിട്ട് ഒരുപാട് ബോംബുകൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ബോംബുകളെയാണ് ക്യാപ്റ്റൻ റോണി ഇപ്പോൾ ആക്റ്റീവ് ആക്കിയിരിക്കുന്നത്. അപ്പൊ ഈ ശബ്ദം കേട്ട വാർഡ് തന്നെ ഹെജുൻ അതുപോലെ കിംസു 2 പേരും ഭയന്ന് വിറച്ച് കൺട്രോൾ റൂമിലേക്ക് പോയപ്പോൾ ഇയാൾ ഓൺ ആക്കിയ ആ ഒരു സ്വിച്ച് അത് കണ്ടു. അതുപോലെ തന്നെ സൈറൻ ശബ്ദവും. അതോടുകൂടി ഇവർക്ക് മനസ്സിലായി എല്ലാ ബോംബുകളും ഇപ്പൊ പൊട്ടാൻ പോവാണ്. പിന്നീട് ആ ഒരു കൺട്രോൾ റൂമിൽ വെച്ച് പുറത്തേക്ക് നോക്കുമ്പോൾ ആ മഴയത്ത് പുറത്തേക്ക് പോയി നിൽക്കുകയാണ് ഇവരുടെ പഴയ ക്യാപ്റ്റനായിട്ടുള്ള ക്യാപ്റ്റൻ റോണി. ഇയാളുടെ കയ്യിൽ വലിയൊരു ഇരുമ്പിന്റെ വടിയുണ്ട്. എന്നിട്ട് നിലത്ത് അത് വെച്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരുമ്പാണല്ലോ, അതുകൊണ്ട് തന്നെ നല്ല ശബ്ദം ഉണ്ടാകുന്നുണ്ട്. പോരാത്തതിന് കയ്യിലുണ്ടായിരുന്ന ഒരു ഫ്ലെയർ ഗണ്ണ് അത് മുകളിലേക്ക് വെച്ച് പൊട്ടിക്കുന്നുണ്ട്. അതായത് ക്യാപ്റ്റൻ റോണി ഇയാളുടെ അടുത്തേക്ക് ആ ഒരു ജീവിയെ ആകർഷിപ്പിക്കുകയാണ്. അങ്ങനെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇയാളുടെ അരികിലേക്ക് ആ ഒരു ജീവി വന്ന വാർഡിന് അതിന്റെ നേരേക്ക് ഈ കൂർത്ത കമ്പി എടുത്ത് ഒരേറ്റ ഏറ് കൊടുക്കുകയാണ്. അതിന്റെ ദേഹത്ത് അത് കുത്തി കയറി കേട്ടോ. ഈ കാര്യങ്ങളെല്ലാം ആ ഒരു കൺട്രോൾ റൂമിൽ ഇരുന്നുകൊണ്ട് ഹെജനും അതുപോലെ കിംസുവും കാണുന്നുണ്ട്. എന്തായാലും ആ ഒരു കമ്പി എറിഞ്ഞതിന് ശേഷം ക്യാപ്റ്റൻ റോണി കയ്യിലുണ്ടായിരുന്ന ഒരു ഫയർ ഗൺ എടുത്ത് ഇതിന്റെ ദേഹത്തേക്ക് തീ അടിക്കുകയാണ്. എന്നാൽ അതുകൊണ്ടൊന്നും ആ ഒരു ജീവിക്ക് ഒന്നും ആയില്ല. ഇത് വന്നിട്ട് ഈ ഒരു ക്യാപ്റ്റനെ ആറഞ്ചം മുറിഞ്ഞിട്ട് കുത്തുകയാണ് അതിന്റെ ആ ഒരു ടെന്റക്കിൾസ് ഉപയോഗിച്ച്. ഈ നേരം ഇതിന്റെ വായിലേക്ക് തന്നെ ക്യാപ്റ്റൻ റോണി കയ്യിലുണ്ടായിരുന്ന ലൈറ്റർ ഓണാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ക്യാപ്റ്റൻ റോണിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. അയാളുടെ ശരീരത്തിൽ മുഴുവനായിട്ടും കുത്തി നിറച്ചിട്ടുണ്ട്. അതുപോലെ കൺട്രോൾ റൂമിന്റെ ഉള്ളിൽ നിന്നും ഹെജനും അതുപോലെ തന്നെ കിംസും വന്നു നോക്കുമ്പോൾ ആ ഒരു ജീവി അവിടെ നിന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ ഒരു തീ അണയ്ക്കാൻ വേണ്ടി വേഗം തന്നെ ആ ഒരു ജീവി വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്നുണ്ട്. പോകുന്ന വഴിക്ക് അവിടെ ഉണ്ടായിരുന്ന കിംസു ഉണ്ടല്ലോ, അവന്റെ കാല് അതിന്റെ ആ ഒരു ടെന്റക്കിൾസ് വെച്ച് ചുറ്റുന്നുണ്ട്. ആ ഒരു കെട്ട് മുറിങ്ങിയ പാട് തന്നെ കിംസു ഒരേറ്റ പോക്കാണ് കേട്ടോ. അതുപോലെ ആ ഒരു ജീവിയും വെള്ളത്തിലേക്ക് എടുത്തു ചാടിയിട്ടുണ്ട്. അവൻ മരിച്ചു എന്ന് കരുതിയിട്ട് പേടിച്ച് വിറച്ച് ഹെജിൻ ഓടി വന്ന് നോക്കുമ്പോൾ അവനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. ഇതുപോലെ ആ ഒരു ജീവി അവനെ വലിച്ച് താഴെ കിട്ടിയ സമയത്ത് അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു റോപ്പിൽ പിടിച്ച് അങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഹെജിൻ വന്നിട്ട് അവളുടെ ആ ഒരു ബൈക്ക് ഉണ്ടല്ലോ, ആ ബൈക്കിലേക്ക് ഈ ഒരു റോപ്പ് കണക്ട് ചെയ്തിട്ട് ബൈക്ക് മുന്നോട്ടേക്ക് ഓടിക്കുകയാണ്. പതിയെ അവൻ മുകളിലേക്ക് പൊന്തി വരുന്നുണ്ട്. ആ നേരത്ത് വെള്ളത്തിനടിയിൽ പോയിട്ട് തീ കെടുത്തിയ ആ ഒരു ജീവി വീണ്ടും അവനെ വന്ന് കടിക്കാൻ നോക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും അവൻ രക്ഷപ്പെട്ട് മുകളിലേക്ക് വന്നു. ഇപ്പൊ കിംസുവിനും അതുപോലെ തന്നെ ഹെജനും സമാധാനായി. എന്നാൽ പോയ ആ സാധനം വീണ്ടും മുകളിലേക്ക് പൊന്തി വരികയാണ്. രക്ഷപ്പെട്ടു എന്ന് കരുതിയ കിംസുവിനെ അടിച്ച് തെറിപ്പിക്കുകയാണ്. ആ ഒരു വലിയ റിഫൈനറിയുടെ മുകളിൽ നിന്നും അവൻ താഴേക്ക് തെറിച്ച് വീഴുന്നുണ്ട്. എന്നാൽ തെറിച്ച് വീഴുന്ന സമയത്ത് ആ ജീവിയും അവന്റെ കൂടെ തന്നെ എടുത്തു ചാടി എയറിൽ വെച്ച് തന്നെ അവനെ കടിച്ച് മുറിച്ചിടുകയാണ്. ഇതെല്ലാം നേരിട്ട് കണ്ട നമ്മുടെ ഹെജുവിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നാൽ ആ ഒരു ജീവി താഴേക്ക് പോയാൽ തിരിച്ചു വരില്ല എന്നുണ്ടോ? വീണ്ടും വരും. ഒരാൾ കൂടെ ബാക്കിയുണ്ട്. അവളെയും കൊല്ലാതെ ആ ജീവി പോവില്ല. ഇത് മനസ്സിലാക്കിയ ഹെജുൻ രണ്ടും കൽപ്പിച്ച് അവിടെ നിൽക്കുകയാണ്. അവളുടെ ആ ഒരു ബൈക്ക് എടുക്കുന്നുണ്ട്. അതുപോലെ ആ ഒരു ജീവി അവൻ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. അതിന്റെ ദേഹം മുഴുവൻ തീ പിടിച്ച് തൊലിയെല്ലാം പോയി ഇറച്ചി പോലെ ആയിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ അതിന്റെ നേരെ നോക്കിയിട്ട് രണ്ടും കൽപ്പിച്ച് ഹെജിൻ അങ്ങനെ നിൽക്കാനാട്ടോ ഒരേറ്റ സ്റ്റാർട്ട് ആകലാണ് വേണ്ടി.
എന്നിട്ട് അതുകൊണ്ട് അവൾ ഒരു പോക്ക് പോകുന്നുണ്ട്. അതിന്റെ പിന്നാലെ തന്നെ ഈ ഒരു ജീവിയും ചില സമയത്ത് ഒന്ന് സ്കെഡ് ചെയ്ത് അതിന്റെ ദേഹത്തേക്ക് ഫ്ലെയർ അടിക്കുന്നുണ്ട്, തീ പിടിപ്പിക്കാൻ നോക്കുന്നുണ്ട്. എവിടെ അതിനൊന്നും പറ്റുന്നില്ല. ഇപ്പൊ കുറെ കമ്പികൾ അടുക്കി വെച്ചിട്ടുണ്ട്. അതിനിടയിലൂടെ അവൾ ബൈക്ക് അങ്ങനെ വെട്ടിച്ച് കൊണ്ടുപോകണം. അവളുടെ പിന്നാലെ തന്നെ ഈ ഒരു ജീവിയും. ആ കമ്പിയുടെ പുറത്തേക്ക് ഹെജുൻ വന്നപാട് തന്നെ ബൈക്ക് സ്റ്റോപ്പ് ചെയ്യാണ്. എന്നിട്ട് അതിനെ തെന്നിച്ച് കൊണ്ടിട്ട് ഒരൊറ്റ ഉടലാണ് കേട്ടോ. നേരെ തിരിച്ചു വന്ന ആ ഒരു ബൈക്കാണെങ്കിൽ ആ ഒരു ജീവിയുടെ ദേഹത്ത് ചെന്ന് അടിക്കുകയാണ്. അവിടെ ചെറിയൊരു ബ്ലാസ്റ്റ് നടക്കുന്നുണ്ട്. വീണ്ടും ആ ഒരു ജീവിയുടെ ദേഹത്ത് തീ പിടിക്കുന്നുണ്ട്. എന്നിട്ടും ഈ പണ്ടാരൻ ചാവുന്നില്ല. പിന്നീട് എങ്ങനെയൊക്കെയോ നമ്മുടെ ഹെജുൻ വേച്ചുകൊണ്ട് ആ ഒരു ഡ്രില്ലറൊക്കെയുള്ള റൂം ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അവളുടെ പിന്നാലെ തന്നെ ആ ഒരു ജീവിയും. അതിന്റെ ദേഹത്തും ഒരുപാട് തീ പിടിച്ചതുകൊണ്ട് തന്നെ അതിന് പണ്ടത്തെ ആ ഒരു എനർജിയോ ആരോഗ്യമൊന്നുമില്ല. ആ സമയത്ത് നമ്മുടെ ഹെജുൻ വന്നിട്ട് വലിയ ഇരുമ്പ് കമ്പി എടുത്ത് അതിന്റെ തലക്കിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എത്ര അടിച്ചിട്ടും ഈ ജീവി എന്താ ചാവാത്തേന്ന് അറിയുന്നില്ല. അതായത് ഈ ജീവിയെ കൊല്ലാൻ ഇങ്ങനെ കത്തിച്ച് പൂർണ്ണമായിട്ടും കരിയാക്കുകയല്ലാതെ വേറൊരു വഴിയില്ലാതെ തോന്നുന്നു. എന്നാൽ ഈ സമയത്ത് ഹെജിന്റെ ഉള്ളിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെ ഡ്രില്ലുണ്ട്. ആ ഡ്രില്ല് ഇതിന്റെ തലയിലേക്ക് അടിച്ച് കയറ്റിയ പോലെ. എന്നാൽ ഡ്രില്ലുള്ള ഭാഗത്തേക്ക് ഈ ജീവി തന്നെ വരണം. അപ്പൊ അതിന്റെ ഇരയായിട്ട് ആ ഡ്രില്ലുള്ള ഭാഗത്തേക്ക് ഹെജുൻ ചെന്ന് നിൽക്കുകയാണ്. മാത്രമല്ല കയ്യിൽ റിമോട്ടും ഉണ്ട്. അവളെ കൊല്ലാനായിട്ട് ആ ഒരു ജീവി അടുത്തേക്ക് വന്നപ്പോൾ റിമോട്ട് ഒരൊറ്റ അമർത്തലാണ്. മുകളിലെ ഡ്രില്ലർ താഴേക്ക് വരുന്നുണ്ട്. ഇതിന്റെ തലയിലേക്ക് തുളച്ച് കയറുന്നുണ്ട്. അവിടുന്ന് അവൾ രക്ഷപ്പെട്ട് വേഗം പോവാൻ നോക്കുമ്പോഴും അവളുടെ കാലിൽ വീണ്ടും ആ ഒരു ടെന്റക്കിൾസ് ഉപയോഗിച്ച് ഈ ജീവി പിടിക്കുകയാണ്. എന്ത് പണ്ടാരാണ് ഇത്, എന്ത് ചെയ്താലും ചാവാത്തത്. ഓക്കെ, എന്തായാലും പിന്നീട് അതിന്റെ ആ ഒരു ടെന്റക്കിൾസ് വിടിപ്പിച്ചുകൊണ്ട് അവൾ നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. കാരണം അധികം വൈകാതെ ഇവിടെ മുഴുവൻ ആക്റ്റീവ് ആക്കിയ ആ ഒരു ബോംബ് അത് പൊട്ടാൻ വേണ്ടി പോവാണ്. അതിനു മുന്നേ രക്ഷപ്പെട്ട് ഇതിന്റെ പുറത്തേക്ക് അവൾക്ക് പോകണം. അപ്പൊ അവൾ നോക്കുമ്പോൾ നേരത്തെ തള്ളിവിട്ട ആ ഒരു ബൈക്ക് ഉണ്ടല്ലോ അത് പൂർണ്ണമായിട്ടും നശിച്ചിട്ടൊന്നുമില്ല. അത് വേഗം എടുക്കുകയാണ്, സ്റ്റാർട്ട് ആക്കുകയാണ്. ഈ റിഫൈനറി ഉണ്ടല്ലോ ഇതിന്റെ മുകളിലൂടെ എന്താ പറയാ 100 എന്ന് പറഞ്ഞിട്ട് ഒരേറ്റ പിടിക്കലാണ്. പിടിച്ചു വന്ന് അതിന്റെ മുകളിൽ നിന്നും ബൈക്ക് ഒരേറ്റ തെറിക്കലാണ് കേട്ടോ വെള്ളത്തിലേക്ക്. അപ്പോഴേക്കും ആക്റ്റീവ് ആക്കിയ ബോംബുകൾ മുഴുവനായിട്ടും ഒരേറ്റ പൊട്ടലാണ്. പൂർണ്ണമായിട്ടും സെക്ടർ 7ന്റെ പല ഭാഗങ്ങളും തകർന്നു പോകുന്നുണ്ട്. എന്നാൽ വെള്ളത്തിലേക്ക് വീണ നമ്മുടെ ഹെജുൻ അതിന്റെ ഒരു തൂണുണ്ട് അതിന്റെ അടിഭാഗത്തേക്ക് വന്ന് കയറുകയാണ്. കുറെ നേരം അവൾ അവിടെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ രാവിലെ ആയ സമയത്ത് ഇവരൊരു മെസ്സേജ് കൊടുത്തപ്പോൾ രക്ഷപ്പെടുത്താനായിട്ടുള്ള ടീം ഇങ്ങോട്ടേക്ക് വന്നു. എന്നാൽ ആ ഒരു ടീമിന് ജീവനോടെ നമ്മുടെ ഹെജുനെ മാത്രമേ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞുള്ളൂ. മാത്രമല്ല അങ്ങനെ അവസാനമായിട്ട് ഈ സെക്ടർ 7ൽ നിന്നും നമ്മുടെ ഹെജുൻ അവിടുന്ന് പോവുകയാണ്. ഒരുപാട് ജീവനുകൾ എടുത്ത കടലിലെ ഈ ഓഷ്യൻ ഓയിൽ റിഫൈനറി അതായത് സെക്ടർ 7 ഇവിടെ പൂർണ്ണമായിട്ടും ക്ലോസ് ആവുകയാണ്. ഇനി ഇവിടെ യാതൊരു പ്രവർത്തനവും നടക്കാൻ പോകുന്നില്ല. ഒരുപാട് വിഷമത്തോട് കൂടിയിട്ട് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവരെയും നഷ്ടപ്പെടുത്തി അങ്ങോട്ടേക്ക് നോക്കി നിറ കണ്ണുകളുമായിട്ട് അവൾ അവിടുന്ന് പതിയെ അകന്നു പോവുകയാണ് കേട്ടോ. ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. എങ്ങനെ ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം. ഓക്കെ, ബൈ.